തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അന്വേഷിക്കണം. കുറ്റാരോപിതർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാതൃകാപരമായ ശിക്ഷകൾ നടപ്പാക്കണം. ഈ ഒരു അവസ്ഥയിൽ നടത്തുന്ന കോൺക്ലേവ് ഈ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാൻ മാത്രമല്ലേ എനിക്ക് സാധിക്കൂ. ഒരു കാര്യം വിസ്മരിക്കാൻ പാടില്ലാത്തത്, ഇങ്ങനെ ഒരു തിരുത്തൽ, ശരിയായ ദിശയിലേക്കുള്ളൊരു വഴിമാറ്റി വിടൽ ആദ്യം നടന്നത് മലയാള സിനിമയിലാണ് എന്ന് ഇന്ത്യൻ സിനിമാ മേഖലയുടെ ചരിത്രം ഒരിക്കൽ രേഖപ്പെടുത്തും. അത് നടന്നത് സിനിമാ മേഖലയിലാണ് എന്ന് ചരിത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അത് നമ്മളെല്ലാവരും മറക്കാൻ പാടില്ലാത്തത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ മേഖലയിൽ നിന്നും കേട്ട ഏറ്റവും തെളിച്ചമുള്ള നിലപാട് എന്ന നിലയിലാണ് ഇന്നത്തെ ചർച്ച പൃഥ്വിരാജിൽ നിന്നും ആരംഭിക്കുന്നത്. പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഇങ്ങനെയൊരു തിരുത്തലും വഴിമാറ്റിവിടലും മലയാള സിനിമയിൽ വെറുതെയങ്ങ് ഉണ്ടായതല്ല. ഒരു പറ്റം സ്ത്രീകൾ തങ്ങളുടെ ജീവിതത്തിലും തൊഴിലിലുമൊക്കെ തുടർന്ന് അങ്ങോട്ട് നേരിടാൻ പോകുന്ന പ്രതികൂലമായ എല്ലാ സാഹചര്യങ്ങളെയും മുന്നിൽ കണ്ടിട്ടും നീതിക്കായി ഇറങ്ങി പുറപ്പെട്ടതിലൂടെ ഉണ്ടായതാണ്. രാജ്യചരിത്രത്തിൽ തന്നെ ആദ്യമായി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഇന്നാട്ടിലെ സർക്കാർ ഒരു സമിതി കൂടി രൂപീകരിക്കുന്നതോടെ സ്ത്രീകൾക്ക് കൂടി അനുകൂലമായ ഒരു തൊഴിൽ പരിതസ്ഥിതി സിനിമാ മേഖലയിൽ ഒരുങ്ങുന്നതിനെ തുറന്ന മനസ്സോടെ നമ്മൾ സ്വാഗതം ചെയ്തു. ഒരു വിവരവും പുറത്തു വരില്ല എന്ന ഉറപ്പിൽ ജസ്റ്റിസ് ഹേമയ്ക്ക് മുന്നിൽ നൽകിയ മൊഴികളെ ഒഴിച്ചു നിർത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊതുസമൂഹം ചർച്ച കൂടി ചെയ്തതോടെ മുഖവും ശബ്ദവുമില്ല എന്ന വേട്ടക്കാർ കരുതിയ സ്ത്രീകൾ സിംഹാസനങ്ങളെ വിറപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അന്ന് പറയാത്തത് എന്തെന്ന ചോദ്യങ്ങൾ ഉന്നയിച്ച കെട്ടനാവുകൾക്കുമേൽ ഈയം ഉരുക്കി ഒഴിച്ചു എപ്പോൾ പറഞ്ഞാലും നടപടിയെന്ന ഉത്തരവിലൂടെ വീണ്ടും സർക്കാർ. ആ ഉറപ്പിൽ ആദ്യത്തെ പരാതിയും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുമ്പോൾ റേറ്റിംഗിനായുള്ള ഓട്ടത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെടുത്തരുതെന്ന് നമ്മളെയും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇന്ന് ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾ: VPP മുസ്തഫ CPIM-ൽ നിന്നും, അഡ്വക്കേറ്റ് വസന്ത് സിറിയക് കോൺഗ്രസ് നേതാവ്, ഡോക്ടർ പ്രേംകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ, സോണിയ മൽഹാർ അഭിനേത്രി എന്നിവരാണ്. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ തരത്തിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ പറയാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളും സ്ത്രീകൾ തുറന്നു പറയുന്നത്. അതിനുമേൽ ഒരു അന്വേഷണം കൂടി സർക്കാർ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തെ തുറന്ന മനസ്സോടുകൂടി തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ആ നിലയിൽ ഇത്രനാൾ പറയാൻ കഴിയാത്തതൊക്കെയും സ്ത്രീകൾ തുറന്നു പറയുകയും അതിൽ അവർക്കൊപ്പം അന്വേഷണത്തിലൂടെ തന്നെ സർക്കാർ നിൽക്കുന്നു എന്നൊരു ഉറപ്പുകൂടി കൊടുക്കുമ്പോൾ പ്രത്യാശയോടുകൂടി തന്നെ ഈ ദിവസങ്ങളെ, ഈ സാഹചര്യങ്ങളെ നമ്മൾ കാണേണ്ടതില്ലേ? അല്ല അസിത, നോക്കൂ, കുറച്ച് വൈകിയാണെങ്കിലും സർക്കാർ ഒരു അന്വേഷണ കമ്മീഷനെ അല്ലെങ്കിൽ ഒരു അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഒരു കൊഗ്നിസബിൾ ഒഫൻസ് ഉണ്ടായിരിക്കുന്നുവെന്ന് മാധ്യമങ്ങളിലൂടെ അല്ല, അതേയാണെങ്കിൽ മാധ്യമങ്ങളിലൂടെയോ മറ്റു മാർഗങ്ങളിലൂടെ അതിന്റെ ഇര വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായി FIR ഇട്ടുള്ള അന്വേഷണമാണ് ഇന്ന് ഉണ്ടാവേണ്ടത്. അസിത പറഞ്ഞതുപോലെ സിനിമാ മേഖലയിൽ നിന്ന് ഇന്ന് ഏറ്റവും തെളിച്ചമുള്ള, ഏറ്റവും ബ്രൈറ്ററായ ഒരു നിലപാട് കേട്ടത് ശ്രീ പൃഥ്വിരാജിൽ നിന്നാണ്. അദ്ദേഹം പോലും ആവശ്യപ്പെടുന്നത് അന്വേഷണം ഉണ്ടാവണം, ആ അന്വേഷണം FIR ഇട്ട് തന്നെ ഉണ്ടാവണം, അത് സിദ്ദിഖിനെതിരെ ഉണ്ടാവണം, അത് ആ മേഖലയിൽ ആരോപണ വിധേയരായിട്ടുള്ള മുകേഷിനെതിരെ ഉണ്ടാവണം. ഇന്നലെ നമ്മുടെ സഹപ്രവർത്തക മറ്റൊരു ചാനലിലെ അവതാരകയെ മോശം വാക്കുകൾ വിളിച്ച ധർമ്മജനെതിരെ ഉണ്ടാവണം. അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ആത്മയുടെ ഒരേ ഒരു പ്രസിഡന്റ് ആയിട്ടുള്ള മന്ത്രിസഭയിലെ ഗണേഷ് കുമാറിനെതിരെ ഉണ്ടാവണം. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വർക്ക് പ്ലേസിനെ മലീമസമാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഈ സംസ്ഥാനത്തെ അഭിനേത്രികൾ അടക്കം, ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കം, എന്തിനേറെ ഇപ്പം മുകേഷിനെതിരെയുള്ള ആരോപണത്തിൽ കാസ്റ്റിംഗ് ഡയറക്ടറാണ്, അഭിനേത്രി പോലുമല്ല. അങ്ങനെ സിനിമാ മേഖലയുമായും മറ്റു മേഖലകളുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ തൊഴിലിടങ്ങളിൽ സുരക്ഷ ലഭിക്കുന്നില്ല എന്ന് വിളിച്ചു പറയുന്ന സ്ത്രീകൾ, ആ സ്ത്രീകൾ ആരോപിക്കുന്നത് ആർക്കെതിരെയാണോ അവർക്കെതിരെ എല്ലാം കൃത്യമായ അന്വേഷണം ഉണ്ടാവണമെന്ന പക്ഷമാണ് നമുക്കുള്ളത്, എനിക്കുള്ളത്, അസിതയ്ക്കുമുള്ളത്. അതെ, അറ്റ് ദ സെയിം ടൈം ഇന്ന് പൃഥ്വിരാജ് പറഞ്ഞതുപോലെ തന്നെ ചിലർ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തും വ്യക്തത വരുത്തപ്പെടേണ്ടത് ഒരു അന്വേഷണത്തിലൂടെയാണ്. അങ്ങനെ അന്വേഷണം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ അന്വേഷണത്തെ ഏതർത്ഥത്തിലും നമ്മളെല്ലാം സ്വാഗതം ചെയ്യുകയും ചെയ്യും. നോക്കൂ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലർക്കെതിരെയും. സർക്കാർ അതിൽ എത്രയും പെട്ടെന്ന് തന്നെ അത്തരത്തിൽ അത് ആരാണെന്ന് സർക്കാരിന് വ്യക്തമായി അറിയാമല്ലോ, അത് വെളിയിൽ വിടാൻ സർക്കാരിന് ഉദ്ദേശമില്ലെങ്കിൽ പോലും
അങ്ങനെയാണെങ്കിൽ ആ കൊഗ്നിസബിൾ ഒഫൻസ് ഉണ്ട് എന്ന് സർക്കാരിന്റെ അറിവിലുള്ളപ്പോൾ അത് ഏത് തമ്പുരാനാണെങ്കിലും ഏത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രമാണെങ്കിലും ആ നക്ഷത്രം കേരള പോലീസിന്റെ കൈപ്പിടിക്കപ്പുറത്തല്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടായേ മതിയാവുകയുള്ളൂ. വസന്ത് നോക്കൂ, നമ്മളിപ്പോൾ ഈ വിഷയത്തിൽ സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ടാകുന്ന ഇതൊരു ഇമോഷണൽ പ്രശ്നം കൂടിയാണ്, ഒരു വൈകാരിക തലം കൂടി ഈ വിഷയത്തിനുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അന്വേഷണം വേണം, എല്ലാ പ്രതികളെയും വെളിച്ചത്തിന്റെ മുന്നിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നൊക്കെ നമ്മൾ പറയുന്നു. അങ്ങനെ ഇരിക്കൽ പോലും ഇതൊരു നിയമസാധുതയിലേക്ക് നിയമവശത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള വിഷയങ്ങൾ കോടതിയുടെ പരിഗണനയിലാണ് എന്ന് നമുക്കറിയാമല്ലോ വസന്ത. അപ്പോൾ ആ വിഷയത്തിൽ എടുപിടി എന്ന് സർക്കാരിനൊരു നിലപാട്, ഒരു അന്വേഷണം പ്രഖ്യാപിക്കാനാകുമെന്നുള്ള ചോദ്യമായി തന്നെ നിൽക്കുകയല്ലേ? പക്ഷെ അതിനെ തുടർന്ന് വന്ന വെളിപ്പെടുത്തലുകൾ, അതിൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ മറ്റു തടസ്സങ്ങളൊന്നും നിലവിലില്ല. അതുമായി അന്വേഷണവുമായി സർക്കാർ പോകുകയും ചെയ്യുന്നു. അപ്പോൾ ആ നിലയിൽ നമ്മൾ അതിനെ കണ്ടാൽ പോരെ? അല്ല, അതിൻ്റെ അകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഒരു ജുഡീഷ്യൽ മാറ്റർ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ അതിൽ പ്രതികരിക്കാനാവില്ലെങ്കിൽ പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്ത് സർക്കാരിന് ഒരു ആക്ഷൻ എടുക്കാനോ കേസ് രജിസ്റ്റർ ചെയ്യാനോ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ അങ്ങ് പറയുന്നത് പോലെ ഇതൊരു വെളിപ്പെടുത്തലുകൾ മാത്രമല്ലേ, അല്ലെങ്കിൽ ചില മൊഴികൾ മാത്രമല്ല എന്ന് ചോദിച്ചാൽ ആ മൊഴികളുടെ പുറത്തും കേസെടുക്കാമെന്നാണ് IPC പറയുന്നത്, നിലവിലുള്ള BNS പറയുന്നത്. ശരിയായിരിക്കും. വസന്ത് അഭിഭാഷകൻ കൂടി ആയതുകൊണ്ട് ആ വിഷയത്തിൽ വസന്തിന് നല്ല ധാരണയുണ്ടാകും. അതുകൊണ്ട് ഞാൻ അത്തരം വാദത്തിലേക്ക് വസന്തുമായി തർക്കിക്കാനില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് വസന്ത, നമ്മൾ ആദ്യ ദിവസം മുതൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്ന ഘട്ടത്തിലും അതിനു മുൻപുമൊക്കെ നമ്മൾ ഈ വിഷയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പിന്നീട് ആ റിപ്പോർട്ട് വരുമ്പോൾ അതിൽ നമ്മൾ കൃത്യമായി വായിക്കുന്നതും ജസ്റ്റിസ് ഹേമ തന്നെ അതിൽ എഴുതിയിരിക്കുന്നത് പോലെ അതിലൊരു പ്രധാനപ്പെട്ട ഭാഗം ഇങ്ങനെയാണ്: ആദ്യഘട്ടത്തിൽ പല ആളുകളെയും സമീപിക്കുമ്പോൾ അവർ ഈ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകാനോ കാര്യങ്ങൾ വിശദീകരിക്കാനോ ഒട്ടും സമ്മതം പ്രകടിപ്പിച്ചിരുന്നില്ല, താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഒരു കാരണവശാലും ഈ വിവരങ്ങൾ ഒരു തരത്തിലും പുറത്തു വരില്ല എന്നുള്ള ഉറപ്പിലാണ് ഈ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അത് ആ റിപ്പോർട്ടിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നു. ഇനി രണ്ടാമതായി ഈ റിപ്പോർട്ട് സർക്കാരിന് മേൽ സമർപ്പിച്ചതിന് ശേഷം ജസ്റ്റിസ് ഹേമ മറ്റൊരു കത്തുകൂടി എഴുതിയിട്ടുണ്ട്. ആ കത്തും പിന്നീട് പുറത്തു വന്നിരുന്നു. അതിലും അടിവരയിടുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇത് കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം കൂടി ഇതിലില്ലേ വസന്ത്? നമ്മൾ ആ നിലയിൽ അതിനെ കാണേണ്ടതില്ലേ? ഇപ്പോൾ മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞ് അത് പൂർത്തീകരിക്കാം. നോക്കൂ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് വന്ന ചർച്ചയുടെ ഘട്ടത്തിൽ ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നുമുള്ള രഞ്ജിനി എന്നൊരു അഭിനേത്രി കോടതിയെ സമീപിച്ചത് നമ്മൾ കണ്ടു. അവർ ആവർത്തിച്ചു പറയുന്നു, റിപ്പോർട്ട് പുറത്തു വരണം എന്ന് തന്നെയാണ് എൻ്റെയും താല്പര്യം. പക്ഷേ ഇത്തരത്തിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ള മൊഴികൾ അതെങ്ങനെയാണ് വരുന്നത് എന്നതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, അത് പുറത്തു വരുന്നതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ട് അതായത് ആദ്യഘട്ടത്തിൽ സ്വകാര്യത മറച്ചു വെച്ചുകൊണ്ടുള്ള വിവരങ്ങളാണ് വരുന്നത് എന്നുള്ള ഉത്തരവ് നിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് എന്ന് ഓർക്കണം. പക്ഷെ അപ്പോൾ പോലും അവർ ഭയക്കുന്നു, പേടിക്കുന്നു ആ മൊഴികൾ പുറത്തു വരുന്നതിനെ. അപ്പോൾ ആ നിലയിൽ ആ കമ്മീഷന് മുന്നിൽ മൊഴി കൊടുത്തിട്ടുള്ള ആളുകളുടെ, കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി കൊടുത്തിട്ടുള്ള ആളുകളുടെ മാനസികാവസ്ഥയെന്നോ അല്ലെങ്കിൽ മറ്റെന്തു തരത്തിലോ വിശേഷിപ്പിക്കാവുന്ന ആ ഒരു ആകുലതയെ നമ്മൾ കാണണ്ടേ? അല്ല, തീർച്ചയായും ആ ഒരു കൺസേൺ ഉണ്ട്. പക്ഷേ അത് വിവിധ സുപ്രീം കോടതി റൂളിങ്ങുകളും ഉണ്ട്. അതായത് ഇരയുടെ പേര് അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തുന്ന ആളുടെ പേര് അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിലെ ഒരു അപാകത ചൂണ്ടിക്കാണിക്കുന്ന വിസിൽ ബ്ലോവറിന്റെ പേര് അത് പരസ്യപ്പെടുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി റൂളിങ്ങുകളുമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ വേട്ടക്കാരുടെ പേര് പറയാൻ സർക്കാർ മടിക്കേണ്ടതില്ല. ഇന്ന വേട്ടക്കാരുണ്ട് എന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്താണ് തെറ്റ്? അവർ വേട്ടക്കാരാണ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്താണ് തെറ്റ്? പിന്നീട് അവർ അങ്ങനെ അല്ലെങ്കിൽ അത് അങ്ങനെ അല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അവരുടെയാണല്ലോ. അപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ രഞ്ജിനി പറയുന്നത് അവരുടെ മൊഴി രേഖപ്പെടുത്തിയത് അവർ സൈൻ ചെയ്തില്ല എന്നുള്ളൊരു എന്താ പറയുക, ലീഗലി ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് അവർ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിൽ കോടതി വിധി പറയട്ടെ. പക്ഷേ ഞാൻ പറയുന്നത് ഈ വേട്ടക്കാരെ തുറന്നു കാണിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോ നോക്കൂ, ഇതിന്റെ എല്ലാം തുടക്കം ഒരു സ്ത്രീ അവർ നേരിട്ട ഒരു ആക്രമണത്തിൽ അവർ ഒരു നിലപാടെടുക്കുന്നു. ഞാൻ സാധാരണ ഒരുപാട് പേർ നേരിട്ട ആക്രമണത്തിലെ പോലെ വീട്ടിൽ കരഞ്ഞിരിക്കാനല്ല തീരുമാനിക്കുക, മറിച്ച് ഞാൻ നിയമത്തിന്റെ വഴിയിലൂടെ മുമ്പോട്ട് ഇറങ്ങി തിരിച്ച് അത് ഏത് താരസിംഹാസനമാണെങ്കിലും അതിന് ഓർഡർ ഇട്ട താരസിംഹാസനം ഏതാണെങ്കിലും അത് പിടിച്ചു കുലുക്കാൻ ഞാൻ ഇറങ്ങി പുറപ്പെടുന്നു എന്നൊരു സ്ത്രീ തീരുമാനിച്ചെടുത്താണല്ലോ ഇവിടം വരെ ഈ വിഷയങ്ങൾ എത്തിപ്പെട്ട് നിൽക്കുന്നത്. അത് അങ്ങേക്കറിയാം. അതിൽ PT തോമസിന്റെ നിലപാടുകൾ, പിന്നീട് വന്ന സർക്കാരുകളുടെ നിലപാടുകൾ ഒക്കെ നമുക്കറിയാം. ഈ രാഷ്ട്രീയ കേരളത്തിൽ കോൺഗ്രസ് എന്നോ CPM എന്നോ വ്യത്യാസമില്ലാതെ നമ്മൾ അവർക്കൊപ്പമാണ് ഉറച്ചു നിന്നത്. അത് അസതയ്ക്കും അറിയാമല്ലോ.
ഇപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം തുറന്നു പറയാൻ ധൈര്യം കാണിച്ച രേവതി സമ്പത്ത് തൊട്ട് ഇപ്പൊ നമ്മുടെ ചർച്ചയിൽ പങ്കാളിയാവാൻ പോകുന്ന സോണിയ മൽഹാർ അടക്കമുള്ള ഒരുപാട് സ്ത്രീകൾ, അവരൊക്കെ വലിയ പ്രചോദനമാണ് എന്നാണ് ഞാൻ പറയുന്നത്. അവരെ പോലെ അവരുടെ കാര്യങ്ങളിൽ കൃത്യമായ നിലപാടെടുത്താൽ, അവരുടെ കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം നടന്നാൽ, അവരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അവർ തുറന്നു പറഞ്ഞവരുടെ കാര്യത്തിൽ കൃത്യമായ എഫ്ഐആർ ഇട്ട് അന്വേഷണം നടന്ന് വേട്ടക്കാരെ നിയമത്തിൽ കുരുക്കിൽപ്പെടുത്താൻ സർക്കാർ സംവിധാനത്തിന് സാധിച്ചാൽ, ഇപ്പോ നേരത്തെ അസിത പറഞ്ഞതുപോലെ ഭയന്ന് നിൽക്കുന്നവർ, പേടിച്ചു നിൽക്കുന്നവർ, ഇവർക്കെതിരെ തുറന്നു പറഞ്ഞാൽ തങ്ങളുടെ ജീവനോ സ്വത്തിനോ കരിയറിനോ ഭീഷണി ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുന്നവർക്ക് കൂടുതൽ ധൈര്യം ഉണ്ടാകും. ആ ഒരു ധൈര്യം കൊടുക്കാൻ സർക്കാർ ചെയ്യേണ്ടത്, നിലവിൽ ആർജവത്തോടു കൂടി വെളിയിൽ വന്നിട്ടുള്ളവർ, വലിയ ഉത്തരവാദിത്വത്തോടു കൂടി അത് പകൽ വെളിച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ളവർ, അവരുടെ കാര്യത്തിൽ കൃത്യമായി എഫ്ഐആർ ഇട്ട് അന്വേഷണം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീണ്ടും അത് ആവർത്തിക്കുകയാണ്. കാര്യം എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തിയാൽ മാത്രമേ അതായത് വസന്ത് ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് അതിൽ കോൺഗ്രസിന്റെ, അതായത് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇവർ പറഞ്ഞിട്ടുള്ള മൊഴികളുടെ തന്നെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇടണം, അല്ലാതെ അവർ പരാതിയുമായി വരാൻ കാത്തു നിൽക്കേണ്ട എന്നുള്ളതാണോ വസന്ത് ഇപ്പോഴും പറയുന്നത്? വ്യക്തതയ്ക്ക് വേണ്ടി. തീർച്ചയായും അതിന് സാധ്യതയുണ്ട്, അത് ഉപയോഗപ്പെടുത്തണം എന്ന് തന്നെയാണ് എന്റെ നിലപാട്. യെസ്, അത് വളരെ ക്ലിയർ ആണ്. ഞാൻ മടങ്ങി വരാം വസന്ത. ഡോക്ടർ പ്രേംകുമാർ, നോക്കൂ, ഈ സിനിമ എന്നുള്ളത് ഏറ്റവും വലിയ അസംഘടിത മേഖലയാണ് എന്നുള്ളത് നമുക്കറിയാം. സാധാരണഗതിയിൽ ഒരു സെറ്റിൽ വന്നു പോകുന്ന ആളുകളെ കുറിച്ച് പോലും പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ആ സിനിമയുമായി ബന്ധപ്പെട്ടവർക്കുണ്ടോ എന്നത് പോലും സംശയമാണ്. അങ്ങനെ ഒരു മേഖലയിൽ ഈ വഴിമാറ്റി വിടൽ എത്ര എളുപ്പമാണ് എന്നുള്ള ചോദ്യം വീണ്ടും ഉയരുകയും ചെയ്യുന്നുണ്ട്. നോക്കൂ, ഇപ്പോൾ നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഏറ്റവും ഗുരുതരമായി ചർച്ച ചെയ്യേണ്ട ഈ തൊഴിലിൽ നേരിടുന്ന വിവേചനം, അല്ലെങ്കിൽ ഈ തൊഴിൽ മേഖലയിൽ നേരിടുന്ന അനീതി, ഇത്തരം ഗൗരവമുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ കടന്നിട്ട് പോലുമില്ല. അപ്പോൾ ഇനിയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട മേഖലകൾ ഒരുപാടാണ് നമുക്ക് മുന്നിൽ എന്നുള്ളതല്ലേ ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആ യാഥാർത്ഥ്യത്തിലേക്ക് ഈ സമൂഹം എത്രമാത്രം പോയിട്ടുണ്ട്? ഈ ജെൻഡർ ഇൻജസ്റ്റിസ് എന്നുള്ളത് ഒരുപക്ഷെ മനുഷ്യ ചരിത്രത്തോളം, നമ്മുടെ ടിപ്പിക്കൽ മാർക്സിയൻ തിയറിയൊക്കെ അനുസരിച്ച് ഫാമിലി ഉണ്ടായി വന്ന, പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് മാറിയിട്ട് ഫാമിലി ഉണ്ടായി വന്ന അന്ന് മുതൽ നിൽക്കുന്ന ഏറ്റവും കൊടിയ അനീതിയാണ്, ഏറ്റവും വലിയ ഇൻജസ്റ്റിസ് ആണ്. അതിനെ തിരുത്തുക എന്നുള്ളത് ഒരു ദിവസമോ ഒരു നൂറ്റാണ്ട് കൊണ്ടോ പോലും നടക്കുന്ന കാര്യവുമല്ല, എളുപ്പമുള്ള കാര്യവുമല്ല. പക്ഷേ നടി ആക്രമിക്കപ്പെട്ട 2017 ആ സംഭവത്തിന് ശേഷം കേരളത്തിലെ പൊതുസമൂഹവും അന്നും ഇന്നും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണി സർക്കാരും, എസ്പെഷ്യലി സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയും എടുത്ത വളരെ കർശനമായിട്ടുള്ള ഒരു നിലപാടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദിലീപിനെ പോലുള്ള വലിയൊരു മാഫിയ ഗാങ് ലീഡർ 90 ദിവസമാണെങ്കിൽ 90 ദിവസം ആലുവ ജയിലിൽ കിടന്നതും, തങ്ങളുടെ ജീവിതവും കരിയറും എല്ലാം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഒരു കൂട്ടം പെണ്ണുങ്ങൾ WCC എന്നുള്ള പേരിൽ സംഘടിച്ച് അവൾക്കൊപ്പം നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നത് വരെ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ആക്രമിക്കപ്പെട്ട നടിക്ക് ചെറിയൊരു മനോവിഷമമുണ്ടായ ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്. അത് തൃക്കാക്കര ബൈ ഇലക്ഷന്റെ സമയത്തായിരുന്നത്. മുഖ്യമന്ത്രി തന്നെ അവരെ വിളിച്ച് നേരിട്ട് സംസാരിക്കുകയും അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയ ആ നടിയുടെ വാക്കുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അത്രയും റിയഷ്യൂറിംഗ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കേരളത്തിലെ LDF സർക്കാരിന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടായിരുന്നു. പക്ഷേ സങ്കടത്തോടെ തന്നെ ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞത് പറയട്ടെ, ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ആ ഉത്സാഹത്തിന്, ആ ജാഗ്രതയ്ക്ക്, ആ രൂക്ഷതയ്ക്ക്, ആ കാർക്കശ്യത്തിന് ചെറിയൊരു ഡയല്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നുവെന്ന് വിമർശന ബുദ്ധിയോടെ തന്നെ, വിമർശനം എന്നുള്ള രീതിയിൽ തന്നെ പറയുന്ന ആളാണ് ഞാൻ. പക്ഷെ ആ പറഞ്ഞതിനെ ഞാനടക്കമുള്ള കുറെ ആളുകൾ കേരളത്തിലെ മൊത്തം പൊതുസമൂഹം പറഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി പോലും ഷെയർ ചെയ്തിട്ടുള്ള ആങ്സൈറ്റിയും ആ ആങ്സ്റ്റും കേരള സർക്കാരും മുഖ്യമന്ത്രിയും പാർട്ടിയും LDFും എല്ലാം ഏറ്റെടുക്കുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ പ്രോആക്റ്റീവായിട്ടുള്ള ഇടപെടലുകൾ ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ ആയിട്ട് ഉണ്ടായിരിക്കുന്നു. അത് മാത്രവുമല്ല സിത, അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ പരാതി തന്നാൽ നടപടിയെടുക്കാം എന്ന് പറയുന്നതിൽ നിന്ന് ഒരു ഘട്ടം മാറിയിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഫിലിം ലോകത്തിലെ ഏറ്റവും സീനിയർ പൊസിഷനിൽ ഇരിക്കുന്ന ആൾ, രഞ്ജിത്ത് എന്നുള്ള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ, അതായത് ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അതിൻ്റെ അൺഎഡിറ്റഡ് വേർഷൻ
ചലച്ചിത്ര അക്കാദമിക്ക് കൊടുക്കാനുള്ളതാണ് എന്ന് ഒരു ഘട്ടത്തിൽ SPIO സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണറോട് പറഞ്ഞിരുന്നു. എന്തിന്? ഇതിന്റെ മുകളിൽ ഒരു പോളിസി രൂപീകരിക്കാൻ വേണ്ടിയിട്ട്. ആ പൊസിഷനിൽ ഇരിക്കുന്ന രഞ്ജിത്ത് എന്നുള്ള ആൾ 24 മണിക്കൂറാണെങ്കിൽ 24 മണിക്കൂർ വൈകിയിട്ടും അയാൾ പിടിച്ചെടുത്ത് നിന്ന് അയാളെ പിടിച്ചിറക്കാൻ ഒരു മടിയുമില്ലാതെ പിടിച്ചിറക്കാനുള്ള തീരുമാനം കേരളത്തെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്യുന്നു. 4 ഫയർ ബ്രാൻഡ് ഫീമെയിൽ ഓഫീസേഴ്സ്, IPS ഓഫീസേഴ്സ് ഉള്ള. നോക്കൂ അതിനുശേഷം സംഭവിക്കും. നോക്കൂ നിങ്ങൾ, ഏറ്റവും താഴേക്കിടയിലുള്ള അഭിനേത്രികൾ, ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരിടത്തും നമുക്ക് അറിയാത്ത ആളുകൾ എത്ര ഭീകരമായ അവരുടെ അനുഭവങ്ങൾ തുറന്നു പറയുന്നു. എന്തുകൊണ്ടാണ് അവരിപ്പോൾ തുറന്നു പറയുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ല എന്നുള്ള നമ്മുടെ ചോദ്യത്തിന് ഉത്തരം, എന്തുകൊണ്ട് ഇതുവരെ ഇങ്ങനൊരു സിറ്റുവേഷൻ കേരളം പോലുള്ളൊരു സമൂഹത്തിൽ സെറ്റപ്പ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല എന്നുള്ള ആ ചോദ്യം നമ്മളുടെ മുഖത്താണ് വന്ന് തറയ്ക്കേണ്ടുന്നത്. പക്ഷെ ഇനി ഈ നിയമത്തിന്റെ നൂലാമാലകളെ പറ്റി ഇഴകീറിയിട്ട് പരസ്പര ആരോപണം ഉന്നയിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഈ കൾപ്രിറ്റ്സ്, ഒരിക്കലും ഞാൻ അവരെ വേട്ടക്കാരെന്ന് വിളിക്കില്ല, കാരണം വേട്ട എന്നുള്ളത് പോലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു തരത്തിൽ ജസ്റ്റിഫൈ ചെയ്യാവുന്ന കാര്യമാണ്. ക്രിമിനൽ പെർവേർട്സ് ആണ് ഇവർ, ക്രിമിനൽ പെർവേർട്സ്. ഈ ക്രിമിനലുകളെല്ലാം സംഘടിതരാണ്, എല്ലാവരും സംഘടിതരാണ്. ഞാൻ അറിയാതെ, എൻ്റെ അറിവില്ലാതെ നിങ്ങൾക്ക് അമ്മയിൽ AMMAയിൽ മെമ്പർഷിപ്പ് കിട്ടില്ല എന്ന് ഒരു നടിയോട് ഫോണിൽ പറഞ്ഞു എന്ന് നമ്മൾ കേൾക്കുന്നത് കേരളത്തിലെ LDFന്റെ ഒരു MLA ആയിട്ടുള്ള സിനിമാ താരമായിട്ടുള്ള മുകേഷിനെതിരെയാണ്. അത്രയും സംഘടിതരാണ് ആ ഗ്യാങ്. അത്രയും സംഘടിതരായിട്ടുള്ള ഈ പെർപെട്രേറ്റേഴ്സിന്റെ ക്രിമിനൽ പെർവേർട്സിനെതിരെ ശക്തമായി തന്നെ കേരളത്തിലെ സർക്കാരും സകല രാഷ്ട്രീയ പാർട്ടികളും കലാകാരന്മാരും നിൽക്കേണ്ടുന്ന ഒരു കാലമാണിത്, ഒരു സമയമാണിത്. അതിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ഇന്ത്യൻ ഫിലിം ഹിസ്റ്ററിയിൽ നാളെ എഴുതപ്പെടും. കേരളത്തിലാണ് ഇത് തുടങ്ങിയത്. ഈ ശുദ്ധീകരണ പ്രക്രിയ, ക്ലെൻസിങ് പ്രോസസ്സ് തുടങ്ങിയത് സിനിമയിലാണെന്ന് നാളെ എഴുതപ്പെടും. അതിൽ അഭിമാനിക്കാൻ പറ്റും നമുക്ക് എന്നുള്ളത്. പൃഥ്വിരാജിന്റെ വാക്കുകളിലായിരുന്നാലും, അല്ലെങ്കിൽ നോക്കൂ, ഗായത്രി വർഷയെ പോലെയുള്ള വളരെ വളരെ കൃത്യമായ ഇടതുപക്ഷ നിലപാടുകളുള്ള, ശ്രീലേഖ മിത്രയെ പോലെയുള്ള കൃത്യമായ കമ്മ്യൂണിസ്റ്റ് അലീജിയൻസ് ഉള്ള, ഇന്നിപ്പോ അവസാനത്തെ റിവലേഷൻ വന്നിരിക്കുന്നു. ശ്രുതി ശരണ്യം, അന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു എങ്ങനെയാണ് സിനിമയിലെ വിമൻ എംപവർമെന്റ് നടപ്പിലാക്കുന്നതെന്നും അത്തരത്തിലുള്ള സാമ്പത്തിക സഹായം വരെ എങ്ങനെയാണ് ശ്രുതി ശരണ്യം എന്നുള്ള ഒരു പ്രതിഭാധനയായിട്ടുള്ള സംവിധായികയ്ക്ക്, സിനിമാറ്റോഗ്രാഫർ സംവിധായികയ്ക്ക് കൊടുത്തു എന്നുള്ളതും. ആ ശ്രുതി ശരണ്യം ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. VK പ്രകാശ് എന്ന് പറഞ്ഞ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല, വളരെ ടാലന്റഡ് ആയിട്ടുള്ള, ഞാനത് ആ അദ്ദേഹത്തിന്റെ കഴിവുകൾ നമ്മൾ കുറച്ച് കാണേണ്ട ആവശ്യമില്ല, പുറത്തേക്ക് വന്നിരിക്കുന്നു. ഈ ആളുകൾ പോലും പുറത്തേക്ക് വരാൻ മടിച്ചു നിന്നിരുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പം എത്രത്തോളം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ എത്രത്തോളം സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാത്ത സിസ്റ്റം ആയിരുന്നു നമ്മുടെ സിസ്റ്റം എന്ന് നമ്മൾ പോലും തിരിച്ചറിയുന്നത് ഈ ദിവസങ്ങളിലാണ്. ശ്രീലേഖ മിത്രയെ പോലെ ടോളായിട്ടുള്ള ഒരു അഭിനേത്രിക്ക്, ഒരു ആക്ടിവിസ്റ്റിന് ഇതുവരെയും അങ്ങനെ ഒരു പരാതി പറയാനുള്ള കോണ്ടെക്സ്റ്റ് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ശ്രുതി ശരണ്യത്തെ പോലുള്ള ഒരാൾക്ക്, ഗായത്രി വർഷയെ പോലെയുള്ള ഒരു അഭിനേത്രിക്ക് ഇങ്ങനെ ഒരു അനുഭവം തുറന്നു പറയാനുള്ള ഒരു അവസരം എത്തി എന്ന് അവർക്ക് ഇതുവരെ ബോധ്യമായിരുന്നില്ല. അങ്ങനെ ബോധ്യപ്പെടുത്തുന്നതിൽ ഈ കഴിഞ്ഞ 2-3 ദിവസത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ പോലീസിന്റെ ഇടപെടലുകൾ വലിയ ഊർജം നൽകിയിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്തൊരു തിരിച്ചു പോക്കില്ല. വൃത്തികെട്ടവരുടെ, ക്രിമിനൽ പെർവേർട്സിന്റെ തലകൾ മണ്ണിൽ വീണുരുളുക തന്നെ ചെയ്യട്ടെ. ഇത്തരം അനീതികൾ ചെയ്യാത്ത, ഒരു പക്ഷെ ഇപ്പോഴുള്ള അവരുടെ ശബ്ദത്തിലെ തെളിച്ചം കൊണ്ട് ഞാൻ തിരിച്ചറിയുന്നു, പൃഥ്വിരാജും ടൊവിനോയും പോലെയൊക്കെയുള്ള പുതുതലമുറ സംവിധായകർ, അത് ആഷിഖ് അബു ആയിരുന്നാലും അതിന്റെ പിറകിലുള്ള ഇഷ്ടം പോലെ എക്സലന്റ് ആയിട്ടുള്ള ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളുണ്ട്. അവർ മുന്നോട്ട് നടത്തും മലയാള സിനിമയെ. ഈ തുടങ്ങിയിരിക്കുന്ന ചരിത്രപരമായ ഈ ഒരു മാറ്റം ഇന്ത്യൻ സിനിമയിലേക്ക് പടരും. അങ്ങനെ കേരളം എന്നുള്ളത്, മലയാള ഫിലിം ഇൻഡസ്ട്രി എന്നുള്ളത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിക്ക് കൃത്യമായൊരു മോഡൽ സെറ്റ് ചെയ്യും. അതിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യേണ്ടത്. ആ ഒരു അവസ്ഥയിലേക്ക് ഒരു പരിധി വരെ കോൺഗ്രസും കൂടെ എത്തിയിട്ടുണ്ട് എന്ന് ഇവിടെ സംസാരിക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് ബസന്തിന്റെ വാക്കുകളിൽ നിന്ന് അറിയാൻ പറ്റുന്നുള്ള കാര്യത്തിൽ അനൽപമായ ആഹ്ലാദവും അഭിമാനവും എനിക്കുണ്ട്. ഒരു കാര്യം കൂടെ, അതായത് ഈ കൈരളി ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയാണ്, ഈ വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് കേരളത്തിലെ LDF സർക്കാരിനെതിരെയോ CPM-നെതിരെയോ ആണെന്ന് ആരെങ്കിലും അബദ്ധവശാൽ
വിചാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ വിചാരം തിരുത്തേണ്ടതുണ്ട്. കാരണം പോരാടുന്ന പെണ്ണുങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ തന്നെയാണ്, ഡെസ്പൈറ്റ് ഓൾ ലിമിറ്റേഷൻസ്. കാരണം ഇത്രയും സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഈ ജെൻഡർ ഇൻസെൻസിറ്റിവിറ്റി എന്നുള്ള ഒരു സൊസൈറ്റിയുടെ ഭാഗമായ അതുകൊണ്ട് തന്നെ അത്തരം ഒരു സർക്കാർ ആയതുകൊണ്ട്, അത്തരം ഒരു സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ എല്ലാ ലിമിറ്റേഷൻസിനുള്ളിൽ നിന്നുകൊണ്ടും ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരാണ്. ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നത് LDF ആണ്. LDFന് നേതൃത്വം കൊടുക്കുന്നത് CPIM എന്നുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ വെളിപ്പെടുത്തുന്ന സ്ത്രീകളെ പിന്നെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന, നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല, നിങ്ങളെ എങ്ങനെ വിശ്വസിക്കാം എന്നുള്ള രീതിയിൽ പരിഹസിക്കുന്ന നിലപാടുകൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ആളുകളിൽ നിന്ന് ഒരു കാരണവശാലും ഉണ്ടാവരുത് എന്ന് അഭ്യർത്ഥിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അതെ അതെ, വളരെ കൃത്യവുമാണ് വസന്തിന്റെ നിലപാട്. അങ്ങ് പറഞ്ഞതുപോലെ ഞാനും ആ ഘട്ടത്തിൽ ശ്രദ്ധിച്ചിരുന്നു. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ശ്രീ പ്രേംകുമാർ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഞാൻ ചേർക്കുകയാണ്. അങ്ങ് കൈരളി ആയതുകൊണ്ട് എന്നുള്ളത് എടുത്തു പറഞ്ഞത് കൊണ്ട് കൂടിയാണ്. വാസ്തവത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നതിന് തന്നെ കാരണം കൈരളിയാണ് എന്നുള്ളതാണ്. ഞങ്ങളുടെ ന്യൂസ് എഡിറ്റർ ലെസ്ലി ജോൺ ആണ് ഈ വിവരവുമായി ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം നടത്തിയതും വിവരാവകാശ പ്രകാരം ഇതിനെ സമീപിച്ചതും ഒക്കെ. അപ്പോൾ അങ്ങനെ സർക്കാരിനെതിരെ അല്ല ഇത് എന്നുള്ളത് നമുക്ക് ബോധ്യമുള്ളത് കൊണ്ടും ആ നിലയിൽ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളത് കൊണ്ടുമാണ് കൈരളി അതിലൊരു സ്റ്റാൻഡ് എടുത്തത് എന്നതുകൂടി ഞാൻ അതിനോട് ചേർത്ത് വെച്ച് പറയുകയാണ്. ഞാൻ മടങ്ങി വരാം. VPP മുസ്തഫ, നോക്കൂ, വളരെ തുറന്ന രീതിയിൽ ഈ വിഷയങ്ങളെ ഇവിടെ കാണുന്നു. തീർച്ചയായിട്ടും, അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഈ പരാതിയുമായി ആദ്യം മുന്നോട്ട് പോയ മാധ്യമ പ്രവർത്തകൻ ലെസ്ലി ആയിരുന്നു എന്നുള്ളത് അഭിമാനത്തോടെ നമ്മൾ അറിയേണ്ടതാണ്, പറയേണ്ടതാണ്. വിട്ടുപോയതിൽ ഞാൻ ക്ഷമ ചോദിക്കും. ശരി, എന്തായാലും ഞാൻ അത് കൂട്ടിച്ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൈരളിക്കോ സർക്കാരിനോ അങ്ങനെ ഒരു അജണ്ട ഇല്ല. കാരണം കൈരളി എപ്പോഴും സർക്കാരിന്റെ കൂട്ടത്തിൽ കെട്ടുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്, അത് കൂട്ടിച്ചേർത്തു എന്നുള്ളത് മാത്രം. ശ്രീ VPP മുസ്തഫ, നോക്കൂ, ഞാൻ പറഞ്ഞു വന്നത് വളരെ തുറന്ന മനസ്സോടുകൂടി സർക്കാരിന്റെ കൂട്ടത്തിൽ കെട്ടുന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്. ഇല്ല, എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ശ്രീ പ്രേംകുമാർ. കൈരളി TV ആയതുകൊണ്ട് ഇത് കാണുന്നവരിൽ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷക്കാരാവുന്ന. ശരി, അല്ല, ഞാനത് താങ്കളെ കോട്ട് ചെയ്ത് പറഞ്ഞതല്ല, ഞാനത് പൊതുവൽക്കരിച്ചൊരു പ്രസ്താവന പറഞ്ഞു എന്നുള്ളത് മാത്രം. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. അതിൽ ശ്രീ VPP മുസ്തഫ, നോക്കൂ, ഞാൻ പറഞ്ഞു വന്നത് വളരെ തെളിമയോടുകൂടി തന്നെ, വളരെ തുറന്ന മനസ്സോടുകൂടി തന്നെ ഇപ്പോൾ ഈ ചർച്ചയിലെങ്കിലും നമ്മൾ ഈ വിഷയത്തെ കാണുന്നുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവാണ്, ആത്മവിശ്വാസം നൽകുന്നതാണ്. വസന്തിന്റെ സ്റ്റാൻഡ് അതിൽ പ്രധാനവുമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു, അതിനെ തുടർന്നുണ്ടാകുന്ന വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനത്തെ ശ്ലാഘനീയമായി തന്നെ നമ്മൾ കാണുന്നു. അങ്ങനെ ഒരു സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ വസന്ത് ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച ചില ആശങ്കകൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ അങ്ങയോട് 1-2 കാര്യങ്ങൾ കൂടി ചോദിക്കുക കൂടിയാണ്. നോക്കൂ, ഇപ്പോൾ വന്ന മാധ്യമങ്ങളിലൂടെയുള്ള ആരോപണങ്ങളിലാണ് അല്ലെങ്കിൽ അത്തരം വെളിപ്പെടുത്തലുകളിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ വസന്ത് പറഞ്ഞതുപോലെ അതിനപ്പുറം ഗുരുതരമായ ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും തെളിവുകളും ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളപ്പോൾ ഇരകളെ വെളിപ്പെടുത്താതെ വേട്ടക്കാർക്കെതിരെ നടപടിയെടുക്കാമല്ലോ. ആ ചോദ്യം ഇനിയുള്ള ദിവസങ്ങളിലും സർക്കാർ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ്. പക്ഷേ ആ വിഷയം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തോട് ചേർത്ത് വെച്ച് ഞാൻ അത് അങ്ങോട്ട് ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഇപ്പോൾ നോക്കൂ, ഈ വെളിപ്പെടുത്തിയിട്ടുള്ള പല സംഭവങ്ങളും ഇത് പലതും വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ളതാണ് എന്നുള്ളത് നമുക്കറിയാം. ഇതിനൊന്നും വ്യക്തമായ തെളിവോ സാക്ഷികളോ ഒന്നുമില്ല. ആ സ്ത്രീകൾ പക്ഷേ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്ന അവസരത്തിൽ അവർ നേരിട്ട ദുരനുഭവങ്ങൾ വിളിച്ചു പറയുകയാണ്. ഏതെങ്കിലുമൊക്കെ ഇടത്തു നിന്ന് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അവർ പൊതുസമൂഹത്തിൽ അപമാനിതരാകുന്നതിനപ്പുറം മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കാൻ ഈ വിഷയത്തിന് അത്തരത്തിലുള്ള സാധുത ഇല്ല എന്നുള്ള തരത്തിൽ അവർക്കെതിരെ വരുന്ന ചില ശ്രമങ്ങൾ അതുകൂടി നമ്മൾ കാണണം. അപ്പോൾ അവർക്ക് നമ്മൾ ഉറപ്പ് കൊടുക്കണം, അങ്ങനെയല്ല, എത്ര വർഷം കഴിഞ്ഞ സംഭവമാണെങ്കിലും അതിന് കഴിയുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന്. അതെങ്ങനെയാണ് ആ ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകളെ, പരാതികൾ ഉന്നയിക്കുന്ന സ്ത്രീകളെ എങ്ങനെയാണ് സർക്കാർ വിശ്വാസത്തിലെടുക്കാൻ പോകുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതിന് നേതൃത്വം കൊടുക്കുന്ന CPIM, സഖാവ് പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റ്, ഇതിൻ്റെ ഒന്നും സാമൂഹ്യ നീതിയിലും അതുപോലെ സ്ത്രീ സുരക്ഷയിലൊക്കെ അധിഷ്ഠിതമായ വിഷയങ്ങളിൽ ഒരാൾക്കും ഈ ഗവൺമെന്റിന്റെ ക്രെഡിബിലിറ്റിയെ വിമർശിക്കാൻ കഴിയില്ല, അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി കഴിയില്ല. വേണമെങ്കിൽ ചിലപ്പോൾ നടപടിക്രമങ്ങളിലുള്ള ചില പോരായ്മകളോ ചില കാലതാമസമോ ഒക്കെ ചർച്ച ചെയ്യാം എന്നുള്ളതല്ലാതെ LDF ഗവൺമെന്റും അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും സ്ത്രീ സുരക്ഷയുടെയും സാമൂഹ്യ നീതിയുടെയും കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അലംഭാവം കാണിക്കും എന്നുള്ളത് ആർക്കും വിമർശിക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം അതിൻ്റെ പ്രത്യയശാസ്ത്രം തന്നെ അങ്ങനെ അധിഷ്ഠിതമായിട്ട് നിൽക്കുന്ന ഒന്നാണ്, ആ രാഷ്ട്രീയം തന്നെ അങ്ങനെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ഒന്നാണ്. കാരണം നമ്മുടെ ലോകത്ത് സ്ത്രീകൾക്ക് ആദ്യമായിട്ട് വോട്ട് ചെയ്യാനുള്ള അവകാശം എവിടെയാണ് കിട്ടിയത്? അത് കിട്ടിയത് സോവിയറ്റ് യൂണിയനല്ല. 1917 മഹത്തായ ഒക്ടോബർ വിപ്ലവം നടന്ന്
ലെനിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് എല്ലാ സ്ത്രീകൾക്കും അവർക്ക് പിന്നെ ഭൂമിയുടെ അവകാശമോ വിദ്യാഭ്യാസപരമായ പിന്നെ അവരുടെ നിലവാരമോ ഒന്നും നോക്കാതെ മുഴുവൻ സ്ത്രീകൾക്കും വോട്ടവകാശം ലഭിച്ച ലോകത്തെ രാജ്യം. അതിനുശേഷമാണ് ലോകത്ത് ഇന്ന് കാണുന്ന രീതിയിലുള്ള ജനാധിപത്യപരമായ മാറ്റത്തിൽ സ്ത്രീകളുടെ പങ്കൊക്കെ പരിഗണിക്കപ്പെടാൻ വേണ്ടി തുടങ്ങിയത്. അതിനു പുറമെ എങ്ങനെയാണ് ഈ ജെൻഡർ ജസ്റ്റിസിന്റെ കാര്യം മാർക്സിസം തന്നെ കൈകാര്യം ചെയ്തത് എന്നുള്ളതിന്റെ പരാമർശം ഡോക്ടർ പ്രേംകുമാറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ തന്നെ ബേസാണ്, ഞങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസത്തിന്റെ ഉൾക്കരുത്താണ് ഈ സ്ത്രീനീതി എന്ന് പറയുന്നത്, തുല്യതയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ വേറെ ഒരു തരത്തിലുമുള്ള ചാഞ്ചാട്ടത്തിന്റെയോ അലംഭാവത്തിന്റെയോ പ്രശ്നമില്ല. ഈ കാലങ്ങളിലെല്ലാം ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ മാത്രമല്ലോ, എന്തെല്ലാം വിഷയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി, അതിലെല്ലാം സർക്കാർ എടുത്ത സമീപനവും ശരിയുമാണ് ശ്രീ വി പി മുസ്തഫ. അതുകൊണ്ട് കൂടിയാണ് അങ്ങനെ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാനുള്ള ആർജവവും ഉണ്ടാകുന്നത്. ഇപ്പോൾ വസന്ത് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് തന്നെ നമ്മൾ കരുതണമല്ലോ. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അത്തരത്തിലുള്ള ഒരുപാട് മൊഴികൾ ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു. പലതും തെളിവുകളൊക്കെ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട് ആളുകൾ എന്നുള്ളത്. അപ്പോൾ നിലവിലത് കോടതിയുടെ പരിഗണനയിലാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ പോലും ആ വിഷയം കോടതിയിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരു പക്ഷേ സർക്കാരിന് അതിൽ ആക്ഷൻ എടുക്കാമായിരുന്നല്ലോ എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. അതിൽ തെറ്റുമില്ല. അതായത് ഇരകളുടെ ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് പ്രതികൾക്കെതിരെ അല്ലെങ്കിൽ കുറ്റാരോപിതർക്കെതിരെ നടപടിയെടുത്ത് അന്വേഷിക്കാമല്ലോ എന്നുള്ളത്. അങ്ങനെ ഒരു ചോദ്യം ജെനുവിനായിട്ട് വരുമ്പോൾ എന്താണ് അതിന് മറുപടി? അല്ല, ഇതിന് നിങ്ങൾ കാണേണ്ടത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ റിപ്പോർട്ട് ഈ കമ്മീഷനെ തന്നെ വെച്ചതാരാ? ഈ ഗവൺമെന്റ് അല്ലേ. എന്തുകൊണ്ടാ വെച്ചത്? തീർച്ചയായിട്ടും നമ്മളെല്ലാം അറിയുന്ന പോലെ സിനിമാ ലോകത്ത് നിന്ന് ഒരു യുവനടി സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധത്തിൽ ഉറച്ച നിലപാടുമായി രംഗത്ത് വരാൻ തയ്യാറായതുകൊണ്ടാണ്. അതുപോലെ മറ്റ് നിരവധി സംഘടനകൾ സിനിമാ രംഗത്തുണ്ടാകുമ്പോഴും വനിതാ നടിമാരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു വന്നു WCC. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് താല്പര്യപൂർവ്വം എടുക്കുകയും മുന്നോട്ട് വെക്കുകയും ചെയ്തു. പക്ഷേ കമ്മിറ്റിയുടെ സ്വഭാവത്തിന്റെ പ്രശ്നം എന്താ? ഇതൊരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ല. ജുഡീഷ്യൽ കമ്മീഷൻ ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നേരിട്ട് നിയമ നടപടികളിലേക്ക് പോകാൻ വേണ്ടി കഴിയും. എന്നാൽ ഇവിടെ ഇതൊരു സാധാരണ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു കമ്മിറ്റി മാത്രമാണ്. അതുകൊണ്ട് ഇതിലെ കാര്യങ്ങൾ വെച്ച് നേരിട്ട് നിയമ നടപടികളിലേക്ക് പോകുന്നതിന് നിലവിൽ നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ വെച്ചുകൊണ്ട് പരിമിതികളുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകളിൽ നിയമവിദഗ്ധരായ ആളുകളും പഴയ പോലീസ് ഉദ്യോഗസ്ഥരായ ആളുകളും എല്ലാം അത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് കേസെടുത്തോ പോകുന്നതിനുള്ള അത്തരം പരിമിതികൾ ഈ കമ്മിറ്റിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ കമ്മിറ്റിയുടെ അധ്യക്ഷ എന്നുള്ള നിലയിൽ ഡോക്ടർ ഹേമയായാലും ഇനിയിപ്പോ സർക്കാരിന്റെ ഒന്നും താല്പര്യമല്ല, അത് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതുകൊണ്ടാണ് ഇത് പുറത്തു വരുന്നത് എന്ന് പറയുമ്പോൾ ആ വിവരാവകാശ കമ്മീഷൻ, ആദ്യത്തെ വിവരാവകാശ കമ്മീഷൻ, അദ്ദേഹം മുതിർന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നുകൂടി കാണുക. ഡോക്ടർ വിൻസെന്റ് പോൾ, അദ്ദേഹം വിവരാവകാശ കമ്മീഷൻ ചെയർമാനായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ റിപ്പോർട്ട് പുറത്തു വിടാനേ പാടില്ല എന്നാണ്. 2020 അദ്ദേഹത്തിന്റെ ഉത്തരവ് അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണർ ശ്രീ അബ്ദുൾ ഹക്കീമാണ് അതിൽ നിന്ന് ഈ വ്യക്തികളെ ബാധിക്കുന്ന ഭാഗങ്ങൾ അത് മറച്ചു വെച്ചുകൊണ്ട് ബാക്കി ഭാഗങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ കാണും, ഒരേ നിയമം വെച്ചിട്ടല്ലേ 2 വിവരാവകാശ കമ്മീഷണർമാരും ഉത്തരവ് പറഞ്ഞത്. അങ്ങനെ ഉത്തരവ് പറയുമ്പോൾ പോലും 2020 വിവരാവകാശ കമ്മീഷണർ ഈ റിപ്പോർട്ടെ വെളിച്ചം കാണാൻ പാടില്ല എന്ന നിലപാട് എടുത്തിരുന്നത് എന്ന് കാണുക. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ 2024 വിവരാവകാശ കമ്മീഷണർ തയ്യാറായിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ഭാഗമായിട്ട്, അല്ലാതെ ഗവൺമെന്റ് ബോധപൂർവം മറച്ചു വെച്ചിട്ടില്ല. ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റിന്റെ എന്തെങ്കിലും നിക്ഷിപ്തമായ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഇത് പുറത്തു വിടാതിരുന്നിട്ടില്ല. ഇവരെല്ലാം എടുത്തിട്ടുള്ള ഒന്ന്, ഇതിന്റെ ചെയർമാൻ തന്നെ, കമ്മിറ്റി ചെയർമാനായിട്ടുള്ള പരിണതപ്രജ്ഞയായ ഹൈക്കോടതിയുടെ ജഡ്ജിയായിരുന്ന ഒരാൾ എടുത്ത നിലപാട്, 2020 വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ്, ഇതെല്ലാമാണ് ഇത് പുറത്തു വരുന്നതിന് നേരത്തെ തടസ്സമായിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഗവൺമെന്റ് എന്തെങ്കിലും മറച്ചു വെക്കാനല്ല. ഇപ്പോ വിവരാവകാശ കമ്മീഷൻ ഒരു നിലപാടെടുത്തു, അതിനനുസരിച്ച് ആ റിപ്പോർട്ടും. അപ്പോഴും വൈകിയത് എന്തുകൊണ്ടാണ്? ഗവൺമെന്റിന്റെ നിലപാട് കൊണ്ടാണോ? ഇത് പുറത്തുവിടുന്നതിനെതിരെ, വിവരാവകാശ കമ്മീഷനുടെ ഉത്തരവിനെതിരെ 2 പേർ കോടതിയിൽ പോയതുകൊണ്ടാണ്. ഹൈക്കോടതിയാണ് അതിൽ പിന്നീട് നിലപാടെടുക്കുന്നത്. അതുകൂടി കിട്ടിയപ്പോൾ അവസാനത്തെ ഉത്തരവ് വന്നപ്പോൾ പിന്നെ തുടർന്നുള്ള ദിവസങ്ങൾ തുടർച്ചയായിട്ട് അവധിയിലേക്ക് പോകുമ്പോൾ
മണിക്കൂറുകൾ വെച്ച് എല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചതുകൊണ്ട് കൃത്യമായിട്ട് പുറത്തുവിടാൻ വേണ്ടി കഴിഞ്ഞു. അതുകൊണ്ടല്ലേ നമുക്കിന്ന് ഈ ചർച്ചയെല്ലാം നടത്താൻ വേണ്ടി കഴിയുന്നത്, ആ നിലപാടെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു മടിയുമില്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നല്ലൊരു പോലീസ് അന്വേഷണ സംഘത്തെ വെച്ചിരിക്കുന്നു. അത് ഏറ്റവും താഴേക്കിടയിലേക്ക് പോകാതെ ഏറ്റവും ഉയർന്ന, കാരണം ഇത് കൈകാര്യം ചെയ്യേണ്ടത് ആരെ വെച്ചിട്ടാ? നമ്മൾ ഈ പറയുന്ന പോലെ സെലിബ്രിറ്റികളായിട്ടുള്ള ഈ പറഞ്ഞ നക്ഷത്ര തിളക്കത്തിലൊക്കെ നിൽക്കുന്ന പലരെയും കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. അത് നേരത്തെ അങ്ങനെ നക്ഷത്ര തിളക്കത്തിൽ നിൽക്കുന്നവരായിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ചർച്ചകളിൽ വന്നതുപോലെ മാഫിയ സ്വഭാവമുള്ളവരുണ്ട്. ഇവരെ എല്ലാം കൈകാര്യം ചെയ്യണമെങ്കിൽ സാധാരണ ഒരു റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കാവില്ല. അതുകൊണ്ടാണ് ADGPയുടെ മേൽനോട്ടത്തിൽ AGPയുടെ തന്നെ നേതൃത്വത്തിൽ 4 ഏറ്റവും ഉയർന്ന IAS വനിതാ ഉദ്യോഗസ്ഥർ, അവര് ഇതിനകം തന്നെ വളരെ നല്ല നിലയിൽ ഈ കുറ്റാന്വേഷണ രംഗത്തൊക്കെ മികവ് തെളിയിച്ചിട്ടുള്ള വനിതാ IPS ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുന്ന സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത്. ഇതിലൂടെ തീർച്ചയായിട്ടും ഇപ്പോൾ ഗവൺമെന്റ് മറ്റൊരു കാര്യം കൂടി എടുത്തിരിക്കുകയാണ്. നേരത്തെയുള്ള ഈ നിയമപരമായ പരിമിതികൾ മറികടക്കാൻ പരാതി ഇല്ലാതെ തന്നെയും എങ്ങനെ കേസെടുക്കാം, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ അന്വേഷണ സംഘത്തിന്റെ മുമ്പാകെ വെച്ചിരിക്കുകയാണ്. അതെല്ലാം വെച്ചുകൊണ്ട് എത്ര ഉന്നതനായാലും നടപടിയെടുക്കും. ഇതായിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ പ്രയോഗം. എത്ര ഉന്നതനായ ആളായാലും നടപടിയെടുക്കും. അത് വെറുതെ പറയുന്നതല്ല, അദ്ദേഹത്തിന്റെ ഈ മുഖ്യമന്ത്രിയുടെ ഭരണകാലത്ത് അത് തെളിയിച്ചിട്ടുള്ളതാണ്. അമ്മാതിരി സ്വാധീനവും ഈ പറഞ്ഞതുപോലെ ഒരുതരം മാഫിയ ബന്ധമെന്നൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള അത്രയും സ്വാധീനമുള്ള നടനെതിരെയും മറ്റുന്നതന്മാർക്കെതിരെയും നടപടിയെടുക്കാൻ ഒരു പ്രയാസവുമില്ലാത്ത ഗവൺമെന്റാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായി നയിക്കുന്ന നിയമസഭയിലുള്ള ഒരു MLA-ക്കെതിരെ ഒരു യുവതി പരാതി പറഞ്ഞല്ലോ, എന്നെ ബലാത്സംഗം ചെയ്തു, എന്നെ വലിയ രീതിയിൽ പീഡിപ്പിച്ചു. ആ MLA-ക്കെതിരെ കേസെടുത്ത് വധശ്രമത്തിനുള്ള കേസുണ്ട്, സ്ത്രീയെ അപമാനിച്ചതിനുള്ള കേസുണ്ട്, ബലാത്കാരം ചെയ്തതിനുള്ള കേസുണ്ട്, പ്രതിയായിട്ട് നിൽക്കുക. കേരള നിയമസഭയിലെ ഒരു MLA, അദ്ദേഹം നയിക്കുന്ന നിയമസഭയാ, എന്റെ നിയമസഭയിലെ ആളല്ലേ എന്ന് പറഞ്ഞ് രക്ഷിക്കാനല്ല നോക്കിയത്. അങ്ങനെയാണ് ഈ ഗവൺമെന്റ് എടുത്തിട്ടുള്ള സമീപനം. അത് രാഷ്ട്രീയ നേതൃത്വമായാലും അതുപോലെ സിനിമ പോലെയുള്ള ഈ വലിയ വെള്ളി വെളിച്ചത്തിൽ നിൽക്കുന്നവരായാലും ഇതുപോലെ സമൂഹത്തിന് നിരക്കാത്ത, സാമാന്യ നീതിക്ക് നിരക്കാത്ത, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ വിട്ടുവീഴ്ചയില്ല. അതിലൊരു ബന്ധവും സ്വന്തവും ഉണ്ടാകില്ല എന്ന നിലപാട് തന്നെ എടുത്തു പോകുന്നതാണ്. അത് തെളിയിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ അന്വേഷണ സംഘത്തിൽ വിശ്വാസമർപ്പിക്കാനും ഗവൺമെന്റ് കുറെ കൂടി എല്ലാ നിയമപരമായ സാധ്യതകളും തേടി മുന്നോട്ട് പോകാനും സാധിക്കും. ശരി വസന്ത്, നോക്കൂ, അത്തരത്തിൽ എല്ലാ നിയമസാധുതയും തേടുമെന്നുള്ളത് ശ്രീ VPP മുസ്തഫ പറയുന്നത് സർക്കാരിന്റെ കൂടി തീരുമാനമാണ്. പിന്നീട് ഈ തരത്തിൽ പരാതി വരുമ്പോൾ അന്വേഷണം അല്ലെങ്കിൽ പരാതി ലഭിക്കട്ടെ എന്ന് പറയുന്നതിൽ സത്യത്തിൽ അതിന് മറ്റൊരു വശം കൂടിയില്ലേ ഒന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ? ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പല സംഭവങ്ങളും ഒരുപാട് വർഷം മുൻപ് നടന്നിട്ടുള്ളതാണ്. നിലവിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട തെളിവുകളിലേക്ക് പോയാൽ ഒന്നും ഉണ്ടാകില്ല. ഒരു പക്ഷേ ഫോൺ പോലും ഇല്ലാത്ത കാലത്താണ് പലതും എന്നൊക്കെ പറയുന്നു. ഇവർ ഈ പറയുന്ന ആളുകൾ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ഒരു പരാതി കൂടി ഇല്ലാതെ കേസെടുത്ത് മുന്നിലേക്ക് പോയാൽ ഒരു പക്ഷേ ആ കേസ് എവിടെയും എത്താതെ നിന്നു പോകും. അതിലും എത്രയോ നല്ലതാണല്ലോ അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ, അവരുടെ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ മറ്റു സാധ്യതയും തേടുന്നു എന്നുള്ളതാണ് ശ്രീ VPP മുസ്തഫ പറയുന്നത്. അല്ല അസിത, നോക്കൂ, ഈ VPP പറഞ്ഞതിനോട് പൂർണ്ണാർത്ഥത്തിൽ ഏതാണ്ട് എല്ലാത്തിനോടും തന്നെ വിയോജിപ്പാണ് എനിക്കുള്ളത്. ഒന്ന്, ഈ രാജ്യത്തെ നിയമം അത് മറ്റേത് രാജ്യത്തെക്കാൾ സ്ത്രീ സൗഹൃദമായ നിയമങ്ങളാണ്. അത് എടുത്തുപയോഗിക്കാൻ പലപ്പോഴും പല ഗവൺമെന്റുകളും, ഞാൻ അതിൽ പൊളിറ്റിക്സ് പറയുന്നില്ല, രാജ്യത്തുടനീളം പലർക്കും സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ് പ്രശ്നം. രാജ്യത്തെ നിയമത്തിന് യാതൊരു പ്രശ്നമില്ല. ലോകത്തിൽ തന്നെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ത്രീ സൗഹൃദമായ ഒരു സ്ത്രീയുടെ മൊഴിയുടെ പുറത്ത്, ഒരു ഫോൺ കോളിന്റെ പുറത്ത് FIR രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന നിയമമുള്ളതാണ് IPC-യിലും BNS-ലും. ഇവിടെ പ്രശ്നം എവിടെയാണ്? ചില നൂലാമാലകൾ ആ നിയമത്തിനുണ്ട്. ഇപ്പൊ ഞാനത് നേരത്തെ പറയുകയായിരുന്നു. അതായത് BNS പ്രകാരം, പുതിയ നിയമപ്രകാരം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്താം ബിഫോർ ഫീലിംഗ് ആൻഡ് FIR. ഒരു FIR ഇടുന്നതിന് മുമ്പ് അതൊരു സാധ്യതയാണ്. ആ സാധ്യതയാണ് ഇവിടെ ഈ VPP അടക്കമുള്ളവർ ഉപയോഗിക്കുമെന്ന് പറയുന്നത്. ആ സാധ്യത ഉപയോഗിക്കേണ്ട കേസല്ലല്ലോ, ഇതൊരു റേപ്പ് കേസാണ്. ഇപ്പൊ നോക്കൂ, രേവതി സമ്പത്ത് കൃത്യമായി അവർ മാധ്യമങ്ങളുടെ വെള്ളി വെളിച്ചത്തിൽ മുഴുവൻ ഇരുന്ന എല്ലാ ചാനലുകളിലും അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു,
എന്താ പറഞ്ഞത് ഞാൻ റേപ്പ് ചെയ്യപ്പെട്ടു. ആ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് അവർ പറയുന്ന പ്രായം നോക്കൂ. അവർ +2 പഠിക്കുമ്പോഴാണ്. പ്രതി വേട്ടക്കാരൻ ആരാണ്? നിങ്ങളടക്കം ആക്രോശിക്കുന്ന കോൺഗ്രസ് ചായ കൊണ്ട് എന്ന് പറയുന്ന സിദ്ദിഖല്ലേ? എന്തുകൊണ്ടാണ് FIR ഇട്ട് അന്വേഷിക്കാത്തത്? അതാണ് എന്റെ ചോദ്യം. അങ്ങനെയുള്ളവരെ അവർ തുറന്നു പറഞ്ഞവരുടെ കേസിന്റെ അകത്ത് ഇപ്പൊ അസിത അതായത് നോക്കൂ, തുറന്നു പറഞ്ഞവരുടെ കേസിന്റെ അകത്ത് നടപടി ഉണ്ടായില്ലെങ്കിൽ, അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ സർക്കാർ സംവിധാനത്തിന് സാധ്യത ഉണ്ടായില്ലെങ്കിൽ, നോക്കൂ, ഇനി പറയണമെന്ന് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ഇതേ അങ്ങനെയല്ല വസന്ത്, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ആ വിഷയത്തിൽ ഒരു അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥർ അതിൽ അടങ്ങുന്നുണ്ട്. അതിനുശേഷം ഇന്നിപ്പോൾ പല സ്ത്രീകൾ ഈ കാര്യത്തിൽ വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. അപ്പോൾ അവരോടൊക്കെ നമ്മൾ പരാതി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴി കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ അന്വേഷണ സംഘത്തിലും അതിലൂടെ അത് രൂപപ്പെടുത്തിയ സർക്കാരിന്റെ നിലപാടിലും അവർ വിശ്വസിക്കുന്നു എന്നുള്ളത് കൂടിയല്ലേ അതിൽ കാണേണ്ടത്? അതിലൊരു പ്രശ്നം, ഇതേ അന്വേഷണ കമ്മീഷൻ പോലെയായിരുന്നു ഹേമ കമ്മിറ്റി. ആ ഹേമ കമ്മിറ്റിക്ക് മുമ്പ് റിപ്പോർട്ട് അങ്ങനെയല്ലോ വസന്ത്, അങ്ങനെയല്ലോ. ഹേമ കമ്മിറ്റി ഒരിക്കലും ഇത്തരത്തിൽ അത് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെ പഠിച്ചു. അവിടെ ചില ആളുകൾ ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിന്റെ വിവരങ്ങൾ നൽകി. പക്ഷെ അതിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം എന്നുള്ളത് എവിടെയും ഉണ്ടായിരുന്നില്ല. അതല്ലേ അതിലെ യാഥാർത്ഥ്യം? അല്ല, അങ്ങ് പറയുന്നതിന്റെ അകത്തും യാഥാർത്ഥ്യമുണ്ട്, ഞാൻ പറയുന്നതിന്റെ അകത്തും ഒരു സൈഡുണ്ട്. നോക്കൂ, ഞാൻ പറയുന്നത് സിദ്ദിഖിനെതിരെ ഒരു ഇമ്മീഡിയറ്റ് FIR രജിസ്റ്റർ ചെയ്യാൻ സർക്കാരിന് യാതൊരു നിയമ തടസ്സങ്ങളുമില്ല. കാരണം ഒരു പെൺകുട്ടി, അവൾ പറയുന്ന പ്രായം ശരിയാണെങ്കിൽ അവളുടെ 18 വയസ്സാകുന്നതിന് മുമ്പ് അവൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് സർക്കാർ എന്തിനാ അറസ്റ്റ് നിൽക്കുന്നത്? ഇപ്പൊ അദ്ദേഹം നേരത്തെ VP പറഞ്ഞു തന്റെ നിയമസഭയിലെ ഒരു MLA-ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത്. ശ്രീ മുകേഷിനെതിരെ ഇന്ന് 3ാമത്തെ പരാതിയാണ് വരുന്നത്. 3ാമത്തെ പരാതി. അതേ നിയമസഭയിലെ MLA ആണ്. ശ്രീ ഗണേഷ് കുമാർ, അതേ മന്ത്രിസഭയിലെ മന്ത്രിയാണ്, നിലവിൽ മന്ത്രിയാണ്, ഘടകകക്ഷിയുടെ നേതാവാണ്. അദ്ദേഹത്തിനെതിരെ എത്രാമത്തെ പരാതിയാണ് വന്നിരിക്കുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ആത്മയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്, ആത്മയ്ക്ക് ഇതുവരെ ഒരു പ്രസിഡന്റേ ഉള്ളൂ, അത് ശ്രീ ഗണേഷ് കുമാറാണ്. അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയുടെ ആരോപണം നിലനിൽക്കുന്നു. എത്ര ഗുരുതരമായ ആരോപണങ്ങൾ മന്ത്രിക്കെതിരെ ഉണ്ട്. മന്ത്രിസഭയിൽ നിന്ന് മാറി ഇന്ന് അന്വേഷണത്തെ നേരിടാൻ ശ്രീ ഗണേഷ് കുമാറിനോട് ആവശ്യപ്പെടാൻ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് സാധിക്കാത്തത്? അതൊരു പുതിയ ഉദാഹരണമാവില്ലേ? അതൊരു പുതിയ നയമാവില്ലേ? തൽക്കാലം ഗണേശൻ ഇതിന്റെ അന്വേഷണം തീരുന്നോടം വരെ, ഈ ആരോപണങ്ങളുടെ അന്വേഷണം തീരുന്നോടം വരെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കൂ. ആ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരുമ്പോ മന്ത്രിസ്ഥാനം തരാം എന്ന് പറയാനുള്ള ഒരു ആർജവും, ആ ആർജവും പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഗവൺമെന്റും കാണിക്കണ്ടേ? അതല്ലേ ശരി, അതാണ് ചോദ്യം. ഞാൻ ഇടപെടുകയാണ്. സമയപരിമിതി ഉള്ളത് കൊണ്ടാണ്. സോണിയ മൽഹാർ കൂടി അല്പസമയത്തിനകം ചർച്ചയിലേക്ക് ചേരും. അതിന് മുൻപ് എനിക്ക് നിങ്ങളിൽ നിന്ന് മറ്റു ചില വിവരങ്ങൾ കൂടി വേണമല്ലോ. ശ്രീ VP മുസ്തഫ, അതൊരു പൊളിറ്റിക്കൽ ആരോപണമാണ്. ഇപ്പോൾ നിയമസഭയിലെ മന്ത്രിസഭയിലെ ഒക്കെ ആളുകൾക്കെതിരെ അങ്ങനെ ആരോപണങ്ങൾ വരുന്നു ഇന്നൊക്കെ. അവിടെ എന്ത് നടപടി ഉണ്ടാകും, എന്ത് ആക്ഷൻ ഉണ്ടാകും? പറഞ്ഞോളൂ മറുപടി. ഒന്ന്, ഞാൻ ഓരോ ആളുടെയും പേര് ഉന്നയിച്ചിട്ടില്ല, ഒരാളുടെയും പേര് പറഞ്ഞിട്ടില്ല. അത് സിനിമാ മേഖലയിലുള്ളവരുടേതായാലും രാഷ്ട്രീയ രംഗത്തുള്ളവരായാലും. പക്ഷെ അദ്ദേഹം ഇവിടെ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി ചില പേരുകൾ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത് എന്നാ രാജിവെച്ച് പുറത്തു പോകാത്തത്, എന്നിട്ട് മാറി നിന്ന് അന്വേഷിക്കൂ. എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്ന നിങ്ങളുടെ MLA-ക്കെതിരെ അയാളുടെ കാമുകിയും അദ്ദേഹം കൊണ്ടു നടന്ന് പീഡിപ്പിക്കുകയും ചെയ്ത സ്ത്രീ പരാതി പറഞ്ഞപ്പോൾ നിങ്ങൾ മാറ്റി നിർത്തിയോ? നിങ്ങൾ അദ്ദേഹത്തോട് രാജിവെക്കാൻ പറഞ്ഞോ? അദ്ദേഹം ഇപ്പൊ സ്ത്രീ പീഡന കേസിൽ പ്രതിയല്ലേ, കുറ്റാരോപിതനല്ല, പ്രതി തന്നെയാണ്. കുറ്റപത്രം, നിരവധി പേജുകളുള്ള കുറ്റപത്രം തെളിവുകളോടുകൂടി കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോഴും K. സുധാകരന്റെ കൂടെ VD സതീശന്റെ കൂടെ MLA ആയിട്ട് ഇരിക്കുകയല്ലേ. കോൺഗ്രസ് മാറ്റി നിർത്തിയോ? എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെ പറയാൻ കോൺഗ്രസിനല്ലാതെ വേറെ ആർക്ക് കഴിയും? നിങ്ങൾ ആദ്യം കാണിക്കുക മാതൃക. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾക്കെതിരെ UDF-ന്റെ കാലത്ത് ഏതെല്ലാം തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായി, ഏതെല്ലാം തരത്തിൽ. ആ വെളിപ്പെടുത്തലുകൾ ശരിയാണോ തെറ്റാണോ അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ വെളിപ്പെടുത്തൽ ഉണ്ടായ സമയത്ത്, അന്വേഷണം നടക്കുന്ന സമയത്ത് ആ കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രി മാറി നിന്നോ? നിങ്ങൾ നോക്ക്, വസന്ത ഇടപെടല്ല. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ, എന്തിനാ അസഹിഷ്ണുത? ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ, ഞാൻ സമയം, അല്ലെങ്കിൽ ഞാൻ നിർത്തും. അങ്ങനെ ഈ ആളുകൾക്ക് കേൾക്കാത്ത വിധത്തിൽ ബഹളം വെക്കാൻ ഞാനില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ട് ഈ ഹേമ കമ്മിറ്റിയെ പോലെ അതിനേക്കാൾ വലിയ പ്രസക്തിയുള്ള ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പാകെ പോയിരുന്നില്ലേ? അവിടെ ഇതുപോലെ സ്ത്രീപീഡന കേസിൽ മൊഴി കൊടുക്കേണ്ട അവസ്ഥയുണ്ടായിട്ടില്ലേ? അങ്ങനെയൊന്നും ഒരു സാഹചര്യം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഉണ്ടാവില്ല. അങ്ങനെ ഒരാളെയും
ഇടതുപക്ഷം സംരക്ഷിക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് മന്ത്രിയായാലും MLA ആയാലും ഇടതുപക്ഷത്തുള്ള ആൾക്കെതിരെ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ യുക്തമായ രാഷ്ട്രീയ തീരുമാനവും നിലപാടും ഉണ്ടാകും. അത് തന്നെയാണ് CPIM-ഉം ഇടതുപക്ഷവും എല്ലാം ഇക്കാലം അത്രയും കാണിച്ചിട്ടുള്ളത്. നിങ്ങളിപ്പോഴും കാണിക്കുന്നത് പോലെ ഈ ബലാത്സംഗ കേസിൽ പ്രതിയായിട്ട് കോടതിന് മുമ്പാകെ കൈകെട്ടി നിൽക്കുന്ന ഒരാൾ ഇപ്പോഴും 90 ദിവസം ഒരു വീട്ടമ്മ കൊടുത്ത പരാതിയുടെ മുകളിൽ സ്ത്രീപീഡന കേസിൽ പ്രതിയായി ജയിലിൽ കിടന്നയാൾ, അങ്ങനെയുള്ളവരെ MLA-മാരായിട്ടും നേതാക്കളായിട്ടും കോൺഗ്രസ് കൊണ്ടു നടക്കുന്നത് പോലെ എന്തായാലും CPM-ഉം ഇടതുപക്ഷവും ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ അത്തരം നിലപാട് വെച്ചിട്ട് CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും നിലവാരത്തെ അളക്കാനൊന്നും വരണ്ട. സമൂഹത്തിന് നല്ല ബോധ്യമുണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾക്കൊരു സംശയവുമില്ല. കൃത്യമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ, തെളിയിക്കപ്പെടുകയാണെങ്കിൽ അത് ചെയ്യേണ്ട യുക്തമായ രാഷ്ട്രീയ തീരുമാനം ഉണ്ടാകും. ശരി വസന്ത്, ഞാൻ കണ്ടു കൈ ഉയർത്തിയത് വരാം. പക്ഷെ ഞാൻ ശ്രീ പ്രേംകുമാറിലേക്ക് കൂടി ഒരിക്കൽ കൂടി പോവുകയാണ്. ശ്രീ പ്രേംകുമാർ, ഒരു പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ നേരിടാൻ പോകുന്ന മറ്റൊരു പ്രതിസന്ധി ഈ തരത്തിലാണ്. ഇപ്പോൾ ഇന്ന് തന്നെ സിനിമാ മേഖലയിൽ നിന്നുള്ള മറ്റൊരാൾക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ അദ്ദേഹം പറയുന്നത് സിനിമാ മേഖലയിൽ തന്നെയുള്ള ചിലർ ഈ AMMA സംഘടനയുടെ പ്രതിനിധിയിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രാതിനിധ്യത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്താൻ വേണ്ടി ഉന്നയിച്ച ആരോപണമാണ് ഇത് എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ ചില കൊടുക്കൽ വാങ്ങലുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അപ്പോൾ യഥാർത്ഥ വിഷയത്തിന്റെ മെറിറ്റിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖലയിൽ നിന്നും ഇത് പതിയെങ്കിലും അതിന്റെ റൂട്ട് മാറാനുള്ള സാധ്യതയുണ്ടോ? അതൊരു അപകടകരമായ സാധ്യത കൂടിയായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ. അത് NDTVക്ക് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പാർവതി തിരുവോത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ഇത്രയും കാലം നടത്തിയ സ്ട്രഗിൾ ആൻഡ് നൗ വി ആർ സ്ട്രഗ്ലിംഗ് റിയലി ഹാർഡ് ടു ബ്രിങ് ഇറ്റ് ബാക്ക് എന്ന്. അതായത് എന്ത് ഇഷ്യൂ മുന്നോട്ട് വെച്ചാണോ ഞങ്ങൾ ഈ സമരം തുടങ്ങിയത്, കേരളത്തിലെ പൊതുസമൂഹവും മാധ്യമങ്ങളുടെയും സപ്പോർട്ടോടുകൂടെ, കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സർക്കാരിന്റെ സപ്പോർട്ടോടെ നടത്തിയ സമരം, അതിന്റെ ഫോക്കസ് മാറിപ്പോകുന്നു എന്നുള്ളത് നമുക്കറിയാം. പൊതുസമൂഹത്തിനും മീഡിയയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതിന്റെ ജ്യൂസി ആയിട്ടുള്ള സെൻസേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ പിറകെ പോവുക എന്നുള്ളതാണ്. പക്ഷേ അതിക്രൂരമായ വയലൻസ് നടത്തിയിട്ടുള്ള സംഭവങ്ങളും കഥാപാത്രങ്ങളും അവരുടെ വാർത്തകൾ പുറത്തേക്ക് വരുന്നത് സെൻസേഷനൽ ആണ് എന്നുള്ളത് കൊണ്ട് അത് ടേക്കപ്പ് ചെയ്യാതിരിക്കാനും പറ്റില്ല. ഇത് വളരെ പാരഡോക്സിക്കലായ ഒരു കാര്യമാണ്. അവിടെയാണ് ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റും അതിന്റെ മെഷീനറിയും ഇടപെടേണ്ടുന്നത്. പിന്നെ കാശ് വാങ്ങിയിട്ട് പരാതി ഉന്നയിക്കുകയല്ലേ എന്ന് ഈ ക്രിമിനൽ പെർവേർട്സ് പറയില്ലേ എന്നുള്ള ആകാംക്ഷയൊക്കെ അസ്ഥാനത്താണ്. ഇതിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സീനിയർ IAS ഓഫീസേഴ്സും കോടതിയും സർക്കാരും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് അങ്ങനെ ഡൈവേർട്ട് ചെയ്യില്ലേ എന്നുള്ള ആങ്സൈറ്റി ശരിയല്ല. പിന്നെ നമുക്ക് മൊത്തത്തിൽ ഇത്തരം പരാതികൾ വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന രണ്ട് പ്രതികരണങ്ങൾ. ഒന്നെന്താണെന്നറിയോ, ഇപ്പൊ മീഡിയയിലാവട്ടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാവട്ടെ, സിനിമയിലാവട്ടെ, ഇങ്ങനെ ഒരു സംഭവം പുറത്തറിഞ്ഞാൽ അത് ഇൻഡസ്ട്രിക്ക് മൊത്തം മോശമാണ് എന്ന് പറയും. രണ്ടാമത്തെ ചോദ്യം അസിതയും ഏതർത്ഥത്തിലാണെന്നറിയാം ഇവിടെ ചോദിച്ചു, അതായത് പ്രതികളെ എല്ലാവരെയും ശിക്ഷിക്കുമോ? അതായത് ഒരു കേസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചോദിക്കുകയാണ്, ഇങ്ങനെ കേസ് എടുത്താൽ പ്രതികളെ ശിക്ഷിക്കുമോ? ഈ രണ്ട് ന്യായങ്ങളും യാതൊരു സംശയവും വേണ്ട സെക്ഷൽ പെർവേർട്സിനെയും ഒഫൻഡേഴ്സിനെയും ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും രക്ഷിക്കാനുള്ളതാണ്. സ്ത്രീകൾക്കെതിരെയുള്ള അട്രോസിറ്റിയുടെ കേസിൽ ഇന്ത്യയിലെ സുപ്രീം കോടതി വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്നുള്ള കേസിൽ 1997 കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഒരു പെണ്ണ് വന്ന് നിന്ന് പരാതി പറഞ്ഞാൽ മതി എന്നാണ്. അത് എന്തുകൊണ്ടാണെന്നറിയോ? ശരിക്കുള്ള ഒബ്ജക്റ്റീവ് ജൂറിസ്പ്രുഡൻസ് അനുസരിച്ചിട്ട് ശരിയല്ലാത്ത ഒരു സാധനമാണത്. കാരണം നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അതിന് തെളിവ് നിങ്ങൾ പറയണ്ടേ. അതായത് അങ്ങനെ ഒരു ഡയറക്ഷനും നിയമവും ഉണ്ടായത്, പോഷ് ആക്ട് ഉണ്ടായതിന്റെ കാര്യം, ഏറ്റവും ഭീകരമായ അനുഭവത്തിലൂടെ പോയിട്ടുള്ള ഒരു സ്ത്രീ മാത്രമേ സ്വന്തം ശരീരത്തിന് മേൽ ലൈംഗിക ആക്രമണം ഉണ്ടായി എന്ന് ടെസ്റ്റിഫൈ ചെയ്യുള്ളൂ, ഡിപ്പോസ് ചെയ്യുള്ളൂ എന്നുള്ളൊരു ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് പരിഷ്കൃത സമൂഹം ഇങ്ങനെ ഒരു നിയമത്തിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു പ്രോസസ്സ് നടക്കുന്നതിനിടയ്ക്ക് ഒരു ഫേക്ക് കംപ്ലൈന്റ് ഉണ്ടാവില്ലേ, ഉണ്ടെങ്കിൽ ഒരാൾ വെറുതെ ശിക്ഷിക്കപ്പെട്ടാലോ എന്നുള്ള ചോദ്യങ്ങൾ അസ്ഥാനത്താണ്. അത് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മാത്രമല്ല ഈ സമരങ്ങളൊന്നും തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. 92 സെപ്റ്റംബർ മാസത്തിലാണ് ഭൻവാരി ദേവി എന്ന സോഷ്യൽ ആക്ടിവിസ്റ്റ് ഗാങ് റേപ്പ് ചെയ്യപ്പെടുന്നത്. അവരുടെ പ്രതികളായിട്ടുള്ള ജന്മിമാരായിട്ടുള്ള സവർണരെ വിട്ടുകൊണ്ട് അന്നത്തെ കോടതി പറഞ്ഞ എന്താണെന്ന് അറിയോ? ഭൻവാരി ദേവി ദളിത് യുവതിയാണ്. ഒരു ദളിത് യുവതിയെ ബ്രാഹ്മണർ റേപ്പ് ചെയ്യാൻ സാധ്യതയില്ല എന്നാ പറഞ്ഞിരുന്നത്. റേപ്പ് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളത്. ഏറ്റവും താഴെക്കടയിൽ എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽപ്പെട്ട സ്ത്രീ ആയിരുന്നു ഭൻവാരി ദേവി. അവരാണ്
ഇന്ന് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന ഈ പോഷ് ആക്ടിന്റെ പിന്നിൽ ഇൻസ്പയറിംഗ് ലീഡർഷിപ്പ് ആയിട്ടുള്ളത് അതേ ഹിസ്റ്ററി പിന്നെയും ആവർത്തിക്കുന്നു എന്ന് പറയും ഞാൻ. കാരണം ഡിപ്പോസ് ചെയ്യുന്നോ ടെസ്റ്റിഫൈ ചെയ്യുന്നതോ ലൈം ലൈറ്റിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന പാർവതി തിരുവോത്തിനെ പോലെയോ മഞ്ജു വാര്യരെ പോലെയുള്ള സെലിബ്രിറ്റീസ് അല്ല, ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. നിങ്ങൾക്കും എനിക്കും അറിയാത്ത ഇപ്പൊ സംസാരിക്കാൻ വരുന്ന മൽഹാറിനെ എനിക്ക് ഇതിനു മുമ്പ് അറിയില്ല. ഇന്ന് പല വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ള ആളുകൾ അഭിനേത്രികളുടെ, കലാകാരന്മാരുടെ ആ ഹെയറാർക്കിയിൽ പോലും തീർത്തും അദൃശ്യരായിട്ടുള്ള ആളുകളാണ്. അവരെയാണ് എംപവർ ചെയ്യുന്നത്, അവരാണ് ഈ സമരം നയിക്കുന്നത്. അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആ ചർച്ചയിൽ ഒരിക്കൽ പോലും പറഞ്ഞു പോവാൻ പാടില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ഞാൻ കരുതുന്നു. കോൺഗ്രസ്സുകാരെ നിങ്ങൾ ആദ്യം മാതൃക കാണിക്കൂന്ന്. കോൺഗ്രസ്സുകാരിൽ നിന്നോ മറ്റൊരാളിൽ നിന്നുമോ ഇടതുപക്ഷം ഇതിന്റെ മാതൃക പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ഇത്തരം അവസരങ്ങളിൽ എന്ത് നിലപാടാണ് എടുക്കേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായി കാലാകാലമായി പറയുകയും എഴുതി വെക്കുകയും ചെയ്ത ഒരു പ്രത്യയശാസ്ത്രം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണിയായിരുന്നാലും CPM ആയിരുന്നാലും മുന്നോട്ട് പോകുന്നത്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് മറ്റൊരു പാർട്ടിക്കാരന്റെ ഉദാഹരണങ്ങളും ആവശ്യമില്ല തന്നെ. ആ ഉറച്ച ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട്. ആ ബോധ്യമില്ലാത്ത പലരും ഈ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് വലിയ സങ്കടമുള്ള കാര്യമാണ്. നോക്കൂ, നിങ്ങൾ കേരളത്തിലെ സിനിമാ മേഖലയിലെ നയരൂപീകരണ സമിതിയിൽ അംഗമായിട്ടുള്ള ആളാണ് മുകേഷ്. അദ്ദേഹത്തിനെതിരെയാണ് 2 എണ്ണം ഞാൻ കണ്ടിട്ടുള്ളൂ. 3ാമത്തെ ആരോപണം വന്നു എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, അന്ന് ദിലീപിനെതിരെ കർശനമായ നിലപാട് ഇതേ പിണറായി വിജയൻ മന്ത്രിസഭയും ഒരുമിച്ചിരിക്കേണ്ടി വരുമെന്നുള്ള ആശങ്ക WCC ഉൾപ്പെടെ പങ്കുവെക്കുമ്പോൾ ഇന്നലെ മിനിസ്റ്റർ സജി ചെറിയാൻ പറഞ്ഞിരുന്നു, അങ്ങനെ ഒരു ആശങ്കയുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കും, അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടവരെ ആ കോൺക്ലേവിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ വിഷയത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണ് ശ്രീ VPP മുസ്തഫ നൽകുന്ന സൂചനകൾ. അല്ല, സോറി ഡേവിഡ്, സജി ചെറിയാൻ മിനിസ്റ്ററുടെ നിലപാടുകളെ പറ്റി വിശദമായി ചർച്ച ഇപ്പൊ ചെയ്യേണ്ടതില്ല എന്ന് വിചാരിക്കും ഞാൻ. ആരെങ്കിലും ഒഴിവാക്കുക എന്നുള്ളതല്ലല്ലോ. അതായത് WCCയുടെ അംഗങ്ങളെയും മാക്ടയുടെ അംഗങ്ങളെയും AMMയുടെ അംഗങ്ങളെയും ഒരേപോലെ കോൺക്ലേവ് വിളിക്കുക എന്നാണെങ്കിൽ അവിടെ തീർന്നു അതിന്റെ പ്രസക്തി. കാരണം ഇവരെല്ലാം ഒരേ സംഘടനകളല്ലെന്നേ. WCC എന്ന് പറഞ്ഞ ആ സംഘടനയാണ് ഈ വിഷയം കേരളത്തിന് മുന്നിൽ, ഇന്ത്യയുടെ മുന്നിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. WCCയുടെ ആളുകളെ ഒരു സൈഡിൽ ഇരുത്തുക, AMMയുടെ ആളുകളെ ഒരു സൈഡിൽ ഇരുത്തുക, FEFCയുടെ ആളുകളെ വേറൊരു സൈഡിൽ ഇരുത്തുക, അങ്ങനെ നടക്കേണ്ടുന്ന ഒരു ജനാധിപത്യ ചർച്ചയല്ല ഇത്. കാരണം നൂറ്റാണ്ടുകളായി ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ജനവിഭാഗത്തിന്റെ, ഒരു ജെൻഡർ വിഭാഗത്തിന് ഒപ്പം നിൽക്കുന്ന ആളുകൾ അവർ വേറെ തന്നെയാണ്. അവരെ കൺസൾട്ട് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. നോക്കൂ, എന്തുകൊണ്ടാണ് ഇന്നും ഇത്ര പരാതി കൊടുത്തത്? അവർ സുവമോട്ടോ കൊടുത്തതാണോ? എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ മുന്നോട്ട് വന്നത്? ഒരു സർക്കാർ കൂടെ ഉണ്ട് എന്നുള്ള, ഒരു സംവിധാനം കൂടെ ഉണ്ടെന്നുള്ള കൃത്യമായ മെസ്സേജ് കൊടുത്തത് കൊണ്ടാണ്. അത്തരത്തിലുള്ള എംപവറിംഗ് ഇടപെടലുകളാണ് വേണ്ടത്. അത് അപ്പൊ പരിഹരിക്കാം എന്ന് പറയൽ അല്ല. എങ്കിൽ പോലും കോൺക്ലേവ് എന്നുള്ള ആശയം പോലും പോസിറ്റീവ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. പൃഥ്വിരാജ് പറഞ്ഞതുപോലെ തന്നെ ഐ ടു ഹോപ്പ് അതിലും കുറെ കാര്യങ്ങൾ നന്നായിട്ടുണ്ടാവാം. അതിനെയും തള്ളിക്കളയുകയോ തടയണമെന്ന് VD സതീശൻ പറഞ്ഞതുപോലെ അല്ല പറയുന്നത്. പക്ഷെ അതിലും ജെൻഡർ സെൻസിറ്റീവ് ആകുക എന്നുള്ളതാണ് കാര്യം. 2 തരം ആളുകളെ ലോകത്തുള്ളൂ, ജെൻഡർ സെൻസിറ്റീവ് ആയ ആളുകളും ജെൻഡർ സെൻസിറ്റീവ് അല്ലാത്ത ആളുകളും. ക്ലിയർ ആണ്. വസന്ത്, ഒരു ചെറിയ കമന്റ്, എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. സോണിയ മൽഹാർ ചർച്ചയിലേക്ക് ചേരുകയും ചെയ്തിട്ടുണ്ട്. ചെറിയ പോയിന്റ് വസന്ത്, കൈ ഉയർത്തുന്നത് കണ്ടിരുന്നു. അല്ലല്ല, ഞാൻ VPPക്കുള്ള ഉത്തരവാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞതുപോലെ എൽദോസ് കുന്നപ്പള്ളി ജയിൽവാസം അനുഭവിച്ചിട്ടില്ല. 2, മുകേഷിനെ നിങ്ങൾ MLA ആക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയുടെ വളരെ ഗുരുതരമായ ആരോപണം അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. 3, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, അതിൽ രാഷ്ട്രീയം കാണരുത്. മന്ത്രിസ്ഥാനത്ത് ഒരു ആരോപണ വിധേയൻ ഇരിക്കുമ്പോൾ നമ്മൾ ഈ മാസ്ക് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടല്ലോ, ആ റിപ്പോർട്ട് അടക്കം അദ്ദേഹത്തിന് അവൈലബിലിറ്റി ഉണ്ടാവും. നേരത്തെ രഞ്ജിത്തിന് അത് കൊടുക്കേണ്ടി വരും എന്ന് നമ്മൾ പറഞ്ഞതുപോലെ അവർക്കൊക്കെ ഇത് അവൈലബിൾ ആവും. അതുവഴി അമ്മയിലെ നമ്മൾ ഈ പറയുന്ന പവർ ഗ്രൂപ്പ്, പ്രത്യേക ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിന് ആരാണ് തങ്ങൾക്കെതിരെ മൊഴി കൊടുത്തതെന്ന് കൃത്യമായി അറിയാൻ സാധിക്കും. തീർച്ചയായും ആശങ്ക മനസ്സിലാക്കുന്നു. പക്ഷേ ശ്രീ VPP മുസ്തഫ പറഞ്ഞത് അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട സാഹചര്യത്തിൽ മാറ്റി നിർത്തുമെന്നുള്ളത് തന്നെയാണ്. നമുക്കതിനെ പോസിറ്റീവായി കാണാം. ശ്രീ VPP മുസ്തഫ അങ്ങേക്ക് അതിൽ മറുപടി പറയേണ്ടതുണ്ടാകും. ഞാൻ വരാം. സോണിയ മൽഹാറിലേക്കാണ് പോകുന്നത്. സോണിയ, വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ, എങ്കിലും താങ്കളെ കേൾക്കേണ്ടതുണ്ട് ഈ സമൂഹം. നോക്കൂ, തുറന്നു പറച്ചിലുകളിൽ കേസെടുക്കാനുള്ള സാഹചര്യം കൂടി ഒരുങ്ങുന്നതോടുകൂടി ഇനി അങ്ങോട്ട് ഒരു പക്ഷേ നിങ്ങൾ നേരിടേണ്ടി വരുന്ന ആക്രമണങ്ങൾക്ക് കൂടി അതൊരു അറുതി വരുത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. എങ്ങനെയാണ് കേസുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നത്?
ഇപ്പോൾ സർക്കാർ വീണ്ടും ഒരു അന്വേഷണ കമ്മിറ്റിയെ നിയോഗിച്ചു. പൂങ്കുഴലി മാഡം ഇന്ന് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ, എങ്ങനെയാണ് അബ്യൂസ് നടന്നത് തുടങ്ങി സകല കാര്യങ്ങളും മാഡം എന്നോട് വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി. ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ പോലും പറയണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇത്തരത്തിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ് കേസുമായിട്ട് മുന്നോട്ട് പോകണ്ട എന്നുള്ളത്. പക്ഷേ പോകണമെങ്കിൽ ഇപ്പോൾ പലരും പറയുന്ന കേട്ടു, കേസ് കൊടുക്കാത്ത രീതിയിൽ നമ്മളെ പിന്തിരിപ്പിക്കാനാണ് കമ്മിറ്റി വന്നതെന്നൊക്കെ. അത് ശരിയല്ല, എൻ്റെ അനുഭവത്തിൽ ശരിയല്ല. കാരണം മാഡം എന്നോട് മാക്സിമം കേസ് കൊടുക്കാനാണ് എന്നെ നിർബന്ധിച്ചത്. പക്ഷേ ഞാനാണ് വ്യക്തിപരമായ എൻ്റെ ചില കാരണങ്ങൾ കൊണ്ട്, എനിക്കതിന് സമയമില്ലാത്തത് കൊണ്ട്, ഒരു സോഷ്യൽ വർക്കർ ആയതുകൊണ്ട്, ഒരുപാട് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് ഞാൻ നിൽക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് എനിക്ക് ഒരു മിനിറ്റ് പോലും ഇതിന് മാറ്റിവെക്കാനില്ലാത്തത് തന്നെയാണ് കേസുമായിട്ട് മുന്നോട്ട് പോകാത്തത്. ഇപ്പോൾ എന്തിനാണ് തുറന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ കലാമേഖലയിൽ, ചലച്ചിത്ര മേഖലയിൽ എല്ലാം വളരെ ക്ലിയറാണ്, പരിശുദ്ധമാണെന്ന് പറഞ്ഞ് പലരും വന്നതും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ വന്നപ്പോൾ ഉണ്ടാകുന്ന അലിഗേഷനും ആശങ്കകളും ഒക്കെ വന്നപ്പോൾ അതല്ലല്ലോ സിനിമാ മേഖലയിൽ. നമ്മൾ 2013 തന്നെ നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ തന്നെ ഒരു വലിയ നടൻ ഉൾപ്പെടെ നമ്മളെ ഹോൾഡ് ചെയ്യാൻ, നമ്മുടെ വിത്തൗട്ട് പെർമിഷൻ നമ്മുടെ ശരീരത്തെ സ്പർശിക്കാൻ, അത് ഒരു റേപ്പ് അറ്റംപ്റ്റോ വേറെ ഒന്നുമല്ല എങ്കിൽ പോലും അതൊരു നമ്മുടെ ഇഷ്ടമല്ലാതെ നമ്മുടെ വിരൽത്തുമ്പിൽ പോലും ഒരുത്തൻ തൊടേണ്ട ആവശ്യമില്ല. അതിനി എത്ര വലിയ നടനായാലും ഏത് പദവിയിലിരിക്കുന്ന ആളായാലും ശരിയാണ്. അത്തരത്തിലുള്ള വൃത്തികേടുകൾ ഇനി ഈ ചലച്ചിത്ര മേഖലയിൽ ഉണ്ടാകരുത്. ഇത് കുറച്ച് പേര് കാണിക്കുന്ന വൃത്തികേടാണ് സിനിമാ മേഖലയിൽ മുഴുവൻ ആളുകൾക്കും പേരുദോഷം വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ അത് തുറന്നു പറയേണ്ടത് എവിടെ വരെയാണ്, അല്ലെങ്കിൽ ആ പേരുകൾ പറയണോ, ഇതൊക്കെ താങ്കളുടെ ചോയ്സ് ആണ്. പക്ഷെ എന്നിരിക്കൽ പോലും ഇങ്ങനെ ഒരു പുകമറ ഇപ്പോൾ ഉണ്ടല്ലോ, പേര് പറയാതെ ചില ആരോപണങ്ങൾ വരുമ്പോൾ. എന്നത് മാത്രമല്ല, ഇപ്പോൾ പൊതുസമൂഹം വളരെ ആരാധനയോടെ കാണുന്ന ചില ആളുകൾ ഉണ്ടായിരിക്കും. ഇനി ഇത്തരത്തിൽ അവരിൽ നിന്ന് ഇത്തരത്തിൽ മോശം അനുഭവം നേരിട്ടിട്ടുള്ള വേറെ സ്ത്രീകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഈ പേര് പറയുന്നത് അവരെ കൂടുതൽ ധൈര്യത്തോടെ മുന്നിലേക്ക് വരാൻ, ഈ വ്യക്തിയിൽ നിന്നും എനിക്കും ആരോപണം നേരിട്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അതിക്രമം നേരിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഇത് ഇയാളുടെ ഒരു സ്ഥിരം ലൈനാണ്, പുറത്ത് വരേണ്ട ആളാണ് എന്നതിലേക്ക് ഒരു ആത്മവിശ്വാസത്തിലേക്ക് വരുന്നതിന് കാരണമാകില്ലേ? അത് ആണ് എന്നുള്ളതിന് അടിവരയിട്ടുകൊണ്ട് തന്നെ പറയുകയാണ്. അല്ല, പൊതുജനങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. പക്ഷേ ആത്യന്തികമായി നമ്മൾ ഇപ്പോൾ ഒരു റേപ്പ് ചെയ്യപ്പെടുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ കൂടി അവൾ ഒരുപാട് തവണ കോടതി മുറികളിലും വക്കീലന്മാരുടെ മുമ്പിലും എല്ലാ സ്ഥലത്തും വീണ്ടും വീണ്ടും വേർബലി റേപ്പ് ചെയ്യപ്പെടുന്നു നമ്മൾ കേട്ടിട്ടുണ്ട്. അതേ അവസ്ഥയിൽ തന്നെയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്നത്. ഞാൻ എന്തുകൊണ്ട് പേഴ്സണലി ഇതിനകത്തൊരു കേസുമായിട്ട് പോകുന്നില്ല എന്ന് വെച്ചത് ആരെയും ഭയപ്പെട്ടിട്ടോ പലരും ചോദിച്ച ഏതെങ്കിലും ഭീഷണി കൊണ്ടോ അങ്ങനെയൊന്നുമില്ല. ഈ വ്യക്തിയായിട്ട് ആ പ്രശ്നത്തിന് ശേഷം ഇത്രയും വർഷവും സൗഹൃദത്തിൽ പോകുന്ന ആളാണ്. അതിനുശേഷം ആ റെസ്പെക്റ്റ് ആണ്. ഒരു വാക്ക് കൊണ്ട്, ഒരു മെസ്സേജ് കൊണ്ട് പോലും വാട്സപ്പിലൊക്കെ ഉണ്ട്. ഇതുവരെ എന്നെ ഒരു 3 days ആയിട്ട് ഈ പേരുകൾ ഞാനായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും അദ്ദേഹം ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നെ വീണ്ടും അതിലേക്ക് വലിച്ചിട്ടോ അങ്ങനെ ഒരു വാക്ക് പോലും അദ്ദേഹം ചോദിച്ചിട്ടില്ല. ഞാൻ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയായിട്ടാണ് ഞാനത് കരുതുന്നത്. ഇപ്പം ഞാനൊരു പേര് പറഞ്ഞാൽ എന്താ സംഭവിക്കുക ഇവിടെ? ഓക്കെ, നീ എൻ്റെ പേര് പറഞ്ഞോ, അപ്പം അത്രേ ഉള്ളൂ, അപ്പം നിനക്കുള്ള പണി അടുത്ത തരാം, അല്ലെങ്കിൽ ചലച്ചിത്ര മേഖലയിൽ നീ നിൽക്കുന്ന കാണാം എന്ന് ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾ അങ്ങനെ ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് എങ്ങനെയാണ് അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രതിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇരയെ ഒഴിവാക്കുക. അത് സോഷ്യൽ മീഡിയ അറ്റാക്ക് ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നമ്മളെ പിന്തിരിപ്പിക്കൽ ഇതായിരിക്കും വരിക എന്നുള്ളത്. എനിക്കിതിലൊന്നും മരിക്കാൻ പോലും എന്നെ സംബന്ധിച്ച് എനിക്ക് പേടിയില്ല. താങ്കൾ പറയുന്നത് അങ്ങനെ വ്യക്തിപരമായ ദുരനുഭവം നേരിട്ട ആളുമായി ഇപ്പോഴും സൗഹൃദത്തിലാണ്. ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 6 മാസം മുന്നേ വരെ പല കാര്യങ്ങൾക്കായിട്ട് സഹകരിക്കേണ്ട കാര്യം മീൻസ് അവരുടെ ₹1 ഞാൻ മേടിക്കുകയോ കഴിക്കുകയോ ചെയ്തിട്ടില്ല. പല പട്ടിണിപ്പാവങ്ങൾക്കും ഒരാവശ്യം പറയുമ്പോഴത്തേക്ക് അവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുകയും നിരവധി പെൺകുട്ടികളെ പഠിപ്പിക്കാനും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇയാൾ വേറെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും അബ്യൂസ് ചെയ്യുമെന്ന് ഞാൻ ഈ സമയം വരെ വ്യക്തമായ തെളിവില്ലാതെ വേറെ ആരെങ്കിലും ആരോപണം പറഞ്ഞാൽ പോലും ഞാൻ ഈ സമയം വരെ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മൾക്കൊക്കെ അത്രയും സ്വീകാര്യനായ വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു താരം ആ രീതിയിൽ, പിന്നെ അവർ വളരെ കുടുംബപരമായിട്ട് ഐക്യതയിൽ കഴിയുന്ന ഒരു ഫാമിലിയാണ്. അതിലേക്ക് ഇൻ്റർഫെയർ ചെയ്യാനും അവരുടെ കുഞ്ഞുങ്ങൾ, വൈഫ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എന്നെപ്പോലെ ഒരു പെണ്ണ് അവരെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. അപ്പം ഈ മുണ്ടഴിക്കാൻ വരുന്നവന്മാരും ഒരു പെണ്ണിൻ്റെ മടിക്കുത്ത് പിടിച്ചഴിക്കാൻ വരുന്നവന്മാരും ചിന്തിക്കണം, അവർക്കും ഫാമിലി ഉണ്ട്, അവർക്കും ഭർത്താവും കുട്ടികളും ഒക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് ഒരു അവർക്കിട്ട് കളിക്കാവുന്ന ഒരു സെക്സ് ടോയ് ആയിട്ട് ആളുകൾ ഉപയോഗപ്പെടുത്തരുത്. അത് ഈ മേഖലയിലെന്നല്ല എല്ലാ മേഖലയിലുള്ള ആളുകൾക്ക് ഇതൊരു പാഠമായിരിക്കും. തന്നെ പറയുന്നതനുസരിച്ച് ആ വ്യക്തിയുമായി ഇപ്പോഴും സൗഹൃദം ഉണ്ടാകുന്ന പോസിറ്റീവായിട്ടൊരു സാഹചര്യമുണ്ട്. അന്ന് അത്തരത്തിലൊരു ദുരനുഭവം നേരിട്ടു. ഇപ്പോൾ അത് ആരാണെന്ന് പറയാൻ താല്പര്യമില്ല. അദ്ദേഹത്തിന് മറ്റു ഒരു തരത്തിലേക്കും കൊണ്ടുപോകാൻ താല്പര്യമില്ല. ഇല്ല, ആ ഫാമിലി എനിക്ക് വലിച്ചഴിക്കാൻ താല്പര്യമില്ല. പക്ഷേ ലീഗലി അതാണ് മാഡം ഇന്നിപ്പോ നമ്മുടെ സഖാവ് പിണറായി സർക്കാർ നിയമിച്ച ഇപ്പോൾ വന്ന ഈ കമ്മിറ്റി അവർ ചോദിച്ച കാര്യങ്ങൾക്ക് വ്യക്തമായി ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ വെറുതെ വന്നൊരു ആരോപണം പറഞ്ഞ് ഏതെങ്കിലും ഒരു മാന്യനെ കരിവാരി തേച്ചുകൊണ്ട് അമ്മ കമ്മിറ്റിയോ അല്ലെങ്കിൽ അമ്മ പോലെ
പോലെയുള്ള സംഘടനയെ കരിവാരി തേക്കാനോ വലിയ വലിയ സ്റ്റാറുകളെ കരിവാരി തേക്കാനൊന്നുമല്ല, ആരുടെയെങ്കിലും പണം പിൻപറ്റാനൊന്നുമല്ല. ഞാൻ ഇന്നും അന്തസ്സായിട്ട് കഷ്ടപ്പെട്ട് കടം വാങ്ങിയും ഒക്കെയാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ക്യാൻസർ വന്ന് മരണപ്പെട്ട ആളാണ്. ഈ സംഭവം നടക്കുമ്പോൾ ഹസ്ബൻഡ് ജീവനോടെ ഉണ്ട്. വന്ന് ആദ്യം അയാളോടാണ് പറയുന്നത്. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത ഒരു 5 സുഹൃത്തുക്കൾക്ക് അറിയാം. ബാക്കി ആരും മരിച്ചിട്ടില്ല, എല്ലാവരും ഉണ്ട്. ആ സംഭവം നടക്കുമ്പോൾ തന്നെ ഈ പേരടക്കം അവർക്കൊക്കെ അറിയാം. പക്ഷേ ഇപ്പോഴും ഞാനത് പറയാത്തതോ അവർ പോലും എവിടെയും പറയാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഒരു മാന്യത, ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളോട് മാപ്പ് പറഞ്ഞത് കൊണ്ടാണ്. എനിക്ക് പിന്നീട് ഒരിക്കൽ പോലും ഞാൻ അന്ന് ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങിയതാണ്. കാരണം ഒരു വിത്തൗട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഇത് വന്നപ്പോൾ എല്ലാ മേഖലയിലും എവിടെ പോയാലും നമ്മൾ സൂക്ഷിക്കണം. എൻ്റെ അമ്മ എപ്പോഴും പറയും, ഇപ്പോഴും അമ്മ വിളിച്ചു, ഇങ്ങോട്ട് വരുമ്പോഴും വിളിച്ചു, ഒരു സ്റ്റുഡിയോയിൽ നിന്ന് അടുത്ത സ്റ്റുഡിയോയിൽ പോകണം, കൈരളിയിലേക്ക് പോകാമെന്ന് ഓൾറെഡി പറഞ്ഞു. ശരി പോയി സംസാരിക്കുമെന്ന് അമ്മ പറഞ്ഞു. സാധാരണഗതിയിലാണെങ്കിൽ അമ്മ പിന്തിരിപ്പിക്കും. പക്ഷെ അമ്മയ്ക്കിപ്പോൾ മനസ്സിലായി, അമ്മയുടെ മോൾ സംസാരിക്കുന്നത് അമ്മയുടെ മോൾക്കുള്ള സെക്യൂരിറ്റി മാത്രമല്ല, ഒരുപാട് പെൺകുട്ടികളുടെ ജീവനും അവരുടെ അഭിമാനത്തിൻ്റെ ചോദ്യമാണെന്നുള്ളത്. അപ്പം മടിക്കുത്ത് അഴിക്കുന്നവൻ പേടിക്കണം. ഇനി പെണ്ണുങ്ങൾക്ക് ചോദിക്കാൻ ഒരു ആർജവമുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ടെങ്കിലും ആർജവമുള്ള ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ടെങ്കിലും ഒരുത്തനും വന്ന് മടിക്കുത്തഴിക്കില്ല. ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഇപ്പം നമുക്ക് സെക്സ് ഫ്രീ കൺട്രി ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്, അവിടെ എല്ലാം നടക്കുന്നുണ്ട്. ഇവിടെ അതിനുള്ള ചോയ്സസ് ഇല്ലെങ്കിൽ ഒരുപാട് ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണല്ലോ പിഞ്ചു കുഞ്ഞുങ്ങളെ അവതരിപ്പിക്കുന്നത്. സോണിയ മൽഹാർ, നോക്കൂ, ഇപ്പോൾ ശരിയാണ് താങ്കൾ പറയുന്ന പോലെ അങ്ങനെയുള്ള രാജ്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അപ്പോഴും ഈ അനുവാദമില്ലാതെ തൊടുക എന്നുള്ളത് അവിടെയും അതൊരു സ്ത്രീക്ക് ഉണ്ടാക്കുന്ന മെന്റലി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഫിസിക്കലി ഉണ്ടാക്കുന്ന ട്രോമ അതൊന്നും തന്നെയല്ലേ? തീർച്ചയായിട്ടും മേഡം. അതായത് നമ്മളുടെ വിരൽത്തുമ്പിൽ നമ്മളുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങളോ അല്ലാതെ പോലും തന്നെ നമ്മൾ അന്യ പുരുഷൻ, അത് നമ്മളുടെ അന്യ സ്ത്രീ ആയാലും ശരിയാണ്. ഇപ്പം നമ്മൾ പെൺകുട്ടികളൊക്കെ ഓക്കെ, ഇപ്പോൾ നമ്മളൊരു പെൺകുട്ടി അറിയുന്നതാണെങ്കിൽ ഓടിച്ചെന്ന് ബാക്കിൽ കൂടെ കെട്ടിപ്പിടിക്കും. ചിലപ്പോൾ നമ്മൾ അത്ര അടുപ്പമുണ്ടെങ്കിൽ, നമുക്ക് ഒരു അടുപ്പമില്ലാത്ത ഒരാളെ, ഒരു പെണ്ണിനെ ആദ്യമായിട്ട് പരിചയപ്പെട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഒരു പെണ്ണിനെ പോയി നമ്മൾ ഹഗ് ചെയ്യോ? ഒരിക്കലും ഇല്ല. അപ്പോൾ അതൊരു ആണ് ചെയ്യാൻ പാടില്ല. ഒരാളുടെ വിരൽത്തുമ്പിൽ അവളുടെ അനുവാദം ഇല്ലാതെ, അത് പെണ്ണാണ്, ആ പെണ്ണിന് റെസ്പെക്റ്റ് കൊടുക്കണം എന്നുള്ള ഇതൊരു ഒരു സെക്സ് ടോയ് ആണ്. അവളെ എന്ത് കാര്യത്തിനും കിട്ടും. അപ്പം നോക്കുമ്പോഴത്തേക്ക് റേപ്പ് സീനിൽ അഭിനയിക്കുന്നു, പ്രസവ സീനിൽ അഭിനയിക്കുന്നു, ഡ്രസ്സ് കുറച്ച് മാറ്റി താഴ്ത്തി വെക്കാൻ പറഞ്ഞാൽ അഭിനയിക്കുന്നു, ബ്ലൗസ് ഇടുന്നു, ലുങ്കി ഉടുക്കുന്നു, പൊക്കിൾ കാണിക്കാൻ പറഞ്ഞാൽ അങ്ങനെ അഭിനയിക്കും. ഇതൊക്കെ ഒരു ആർട്ടിസ്റ്റിൻ്റെ അവരുടെ ഒരു അഭിനേത്രിയുടെ രീതികളാണ്. അവർ ആ കലയ്ക്ക് കൊടുക്കുന്ന. നോക്കൂ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇതിപ്പോ കേസുമായി ബന്ധപ്പെട്ടൊന്നും പോയില്ലെങ്കിലും ഈ വിഷയത്തിൽ താങ്കളോട് മോശമായി പെരുമാറിയ വ്യക്തിക്ക് ഉണ്ടാകേണ്ട എന്തോ ഒന്ന്, അത് ഇതിനോടകം ഈ നമ്മൾ ഈ പ്രോസസ് ഇസ് ദ പണിഷ്മെന്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അതെ, ഈ മെന്റൽ, നമ്മൾ ഇപ്പൊ എനിക്കധികം മെന്റൽ മെലഡി ഡ്രാമയിലേക്ക് അങ്ങനത്തെ സാധനങ്ങളിലേക്കൊന്നും പോയില്ല. ഞാൻ ഭയന്നു എന്നുള്ളത് സത്യമാണ്, കരഞ്ഞു എന്നുള്ളത് സത്യമാണ്. പിന്നെ ഈ വ്യക്തി മാപ്പ് പറഞ്ഞപ്പോഴും ഹസ്ബൻഡ് വന്ന് അതിന് നമ്മൾക്ക് വേണ്ടുന്ന ഒരു സാന്ത്വനം തന്നപ്പോൾ നമ്മളത് വിട്ടു. നമുക്ക് വേറെ ഡ്രാമയിലെന്തെങ്കിലും പോയില്ല. ഇപ്പൊ ഇതേപോലെ പറഞ്ഞ പോലെ മറ്റുള്ള ആൾക്കാർ നമ്മൾ അബ്യൂസ് ചെയ്യാൻ നമ്മൾ നിന്നു കൊടുത്തിട്ടുമില്ല. ഇതൊക്കെ അഭിമുഖീകരിക്കുന്ന പെൺകുട്ടികളുണ്ട്. അപ്പൊ അവരെ പോലെ ഉള്ളവർ എന്തോരം അനുഭവിച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ ഈ 3 ദിവസം കൊണ്ട് അയാൾ ഉറങ്ങിക്കാണൂല, കാണൂല, എല്ലാം അഭിനയം മാത്രമായിരിക്കും. അയാളുടെ വീട്ടിൽ അയാൾക്ക് ഉണ്ടാവുന്ന ഒരു മെന്റൽ സ്ട്രെസ് ഉണ്ട്. ദൈവമേ ഇപ്പൊ പറയും, എൻ്റെ പേര് പറയുമോ, ഞാനാണെന്ന് പറഞ്ഞാൽ എല്ലാം ഇതുവരെ ഉണ്ടാക്കിയതെല്ലാം തീർന്നല്ലോ, അവർ കയറി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇത്, അങ്ങനെ ചിന്തിച്ചായിരിക്കും ഇരിക്കുന്നത്. പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ, പറയുന്നതോടുകൂടി തീർന്ന് നിങ്ങൾ ചാനലുകാർ ഇത് കുറച്ച് പബ്ലിസിറ്റി ചെയ്യും, ഇതെല്ലാം ആക്കും. അപ്പോൾ അന്ത ഭയം ഉള്ളിൽ ഇങ്ങനെ തീ പോലെ നമ്മൾ പറയത്തില്ലേ, ആ സാധനം അവിടെ ഇരുന്ന് കുറച്ച് ദിവസം കത്തണം, അത്രേ ഉള്ളൂ. ഇപ്പം എനിക്ക് ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്കിപ്പോൾ ജയിലിൽ കയറ്റാനോ അല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇല്ല. ആളിപ്പോഴും സൗഹൃദത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ എത്ര സൗഹൃദം ആയാലും എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ ഇത്ര സുഹൃത്തായിട്ട് നിങ്ങൾ പറയുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒറ്റ ഉത്തരമാണ് ഇപ്പോൾ പെൺകുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദാരിദ്ര്യം. അതായത് 18 വയസ്സിന് താഴെയുള്ളവരെ പീഡിപ്പിക്കുന്നെന്ന് പറയുന്നു. ഇതില്ലാന്നൊന്നും ഒരാളും പറഞ്ഞ. ഇന്ന് ആണൊരുത്തനെ കണ്ടു പൃഥ്വിരാജ്, വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ പവർ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം ഉണ്ടെന്നും പറയുന്നില്ല, ഇല്ലെന്നും പറയുന്നില്ല, വളരെ വ്യക്തമായിട്ട് ആ ലാംഗ്വേജുകൾ. അപ്പോൾ അതുപോലെ ആണുങ്ങൾ വന്ന് മുന്നോട്ട് പറയാൻ ഈ സിനിമാ സംഘടനയിലും ഇനി ആളുകൾ ധൈര്യത്തോടെ മുന്നോട്ട് വരണം. ശരി, നോക്കൂ, സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ അന്വേഷണ സംഘം താങ്കളെ ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഈ തുറന്നു പറച്ചിലുകൾക്ക് സ്ത്രീകൾക്ക് ധൈര്യം പകരുന്ന തരത്തിലാണോ അവരുടെ ഇടപെടൽ? അതിൽ വിശ്വാസം അർപ്പിക്കാമോ ഇനി തുറന്നു പറയാൻ ഇരിക്കുന്ന ഒരു സ്ത്രീക്ക്? ഉറപ്പായിട്ടും അതിലൊക്കെ ഞാൻ സർക്കാരിന്റെ ഭാഗം തന്നെ. ബിക്കോസ് ഞാനും വിചാരിച്ചു, ഇപ്പൊ ഞാൻ പൂങ്കുഴലി IPS എന്ന് പറഞ്ഞാൽ എനിക്ക്
എനിക്ക് മെസ്സേജ് വന്നപ്പോൾ ആക്ച്വലി ഞാൻ ആദ്യം ഒന്ന് ഓക്കെ ഇത് നമ്മളെ ട്രാപ്പിൽ പെടുത്താനാണോ എന്നൊക്കെയുള്ള പല ഇതും ഞാൻ വിചാരിച്ചു, മനസ്സിലാക്കി. പിന്നെ എന്തായാലും ഞാൻ അത് ഫേസ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ തിരിച്ച് മറുപടി ഇട്ടു, മാഡം ഈ ടൈമിൽ വിളിക്കട്ടെ എന്ന് വിളിച്ചു, ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ മാഡം നല്ല ഭംഗിയായിട്ട് നമ്മളെക്കാൾ നന്നായിട്ട് മലയാളം പറയുന്നു. ഞാൻ കംഫർട്ടായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. എനിക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട്, അതൊരു പോലീസിൻ്റെ നയമാവാം. അവരെക്കുറിച്ച് പല അലിഗേഷനും പല സ്ഥലത്തും ആളുകൾ പറയുന്നുണ്ട്, പല ചാനൽ ചർച്ചയിൽ അവരെക്കുറിച്ച് പറയും. ഇതൊന്നും എൻ്റെ കൺസേൺ അല്ല. സ്റ്റേറ്റ് നിയമിച്ച ഒരു ബോഡി ആണെങ്കിൽ അവർ നമുക്ക് വേണ്ടുന്ന റൈറ്റ് തന്നില്ലെങ്കിലാണല്ലോ നമ്മൾ അപ്പോഴും പ്രതികരിക്കേണ്ടത്. ഇപ്പോൾ രാഷ്ട്രീയപരമായ കൂടിച്ചേർക്കലുകളൊന്നും എന്നെ സംബന്ധിച്ച് ഞാനില്ലാത്ത രാഷ്ട്രീയ ലാഭം കൊയ്യാനോ ആരെങ്കിലും ബ്ലെയിം ചെയ്തിട്ട് അകത്താക്കാനോ സൊസൈറ്റിയെ പൊളിക്കാനോ സ്റ്റേറ്റിനെ പൊളിക്കാനോ ഒന്നുമില്ല. എൻ്റെ കേരളം നാണം കെട്ട് നിൽക്കുകയാണ്. എന്നെ നാഷണൽ മീഡിയ വിളിച്ച് NDTV, റിപ്പബ്ലിക് TV അറിയാവുന്ന ഇംഗ്ലീഷിലൊക്കെ ഞാൻ സംസാരിച്ചു, ഇന്നും കൊടുത്തു. ഇന്ന് ദുബായ് റേഡിയോ ഈ നാഷണൽ മീഡിയ അടക്കമുള്ളത്. ഇപ്പം നമ്മൾ എൻ്റെ ഫോട്ടോ ഒക്കെ ചോദിച്ചു, നാളേക്ക് ഇനി എന്താണ് വരുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇത് നാണക്കേടാണ്. കേരളത്തിന്റെ സിനിമാ മേഖലയിലെ എല്ലാ പുഴുക്കുത്തുകളെയും ഇല്ലാതാക്കും. ഒരു ദിവസം കൊണ്ട് സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരിക്കാം, പക്ഷെ എങ്കിലും അതിനൊരു തുടക്കം ഇട്ടു എന്നൊരു ആത്മവിശ്വാസം ഇപ്പോൾ ഉള്ളിൽ തോന്നുന്നു. ഉറപ്പായിട്ടുണ്ട്. സർക്കാർ സംവിധാനങ്ങളോട് ചേർന്ന് നമ്മൾ നാണം കെട്ട് നിൽക്കുന്ന ഒരു കേരളം, തലകുനിച്ച് നിൽക്കുന്ന ഒരു കേരളമാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ സ്ത്രീ സുരക്ഷയുടെ പേരിൽ നമ്മൾ അധികാരത്തിൽ വന്നൊരു സർക്കാരാണ്. അപ്പോൾ എൻ്റെ നാടെന്ന് പറയുന്നത് അത് ഏത് LDF ആയാലും UDF ആയാലും ആര് ഭരിച്ചാലും എൻ്റെ സ്റ്റേറ്റാണ്. എൻ്റെ സ്റ്റേറ്റ് നാണം കെടാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ അന്നമുണ്ട് എൻ്റെ കുട്ടികളെ വളർത്താൻ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും മരുന്ന് വാങ്ങിക്കാനും ഞാൻ നല്ല സിനിമയിൽ അഭിനയിച്ചാലേ പറ്റുള്ളൂ. നല്ലൊരു അഭിനേത്രിയായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ വലിയ സിനിമാക്കാർക്കൊന്നും നമ്മളെ വേണ്ട കേട്ടോ, നമ്മൾ അറിയ പോലുമില്ല. അപ്പോൾ ഒഴിവാക്കപ്പെട്ട ഒരു ആളാണ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ. അത് വേറൊരു ചർച്ചയിൽ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷേ അന്തസ്സായിട്ട് തൊഴിലിടത്തിൽ ജോലി ചെയ്ത് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിലൊരു ഭാഗമാകാൻ പറ്റി. ഇതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ സഹോദരനോട് അച്ഛനമ്മയോട് 2 കുഞ്ഞുങ്ങളുണ്ട്, ഹസ്ബൻഡ് മരണപ്പെട്ടു പോയി. ഇത്രയും പേരോട് പെർമിഷൻ എടുത്തിട്ടാണ് ഞാൻ മീഡിയ അഡ്രസ്സ് ചെയ്യാൻ പോവുകയാണ്. എനിക്കിങ്ങനെ ഒരു ദുരനുഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പേര് പറയാനൊന്നും പോകുന്നില്ല. പേര് പറയരുതെന്ന് എൻ്റെ ബ്രദർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ സംസാരിക്കും, ഞാനത് പറയാതെ വന്നാൽ എൻ്റെ വീട്ടിൽ ചിലപ്പോൾ 4-5 മരണം ഒരുമിച്ച് നടക്കും. കാരണം അവർ സാധാരണക്കാരായ ആളുകളാണ്. അച്ഛൻ ഒരു പ്രവാസിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊന്നും താങ്ങാൻ പറ്റില്ല. ഞാൻ ഒറ്റ മകളാണ്, 2 സഹോദരന്മാരാണ്. അപ്പം നമ്മൾ വീട്ടിലൊക്കെ നമ്മളിത് പറയാതെ വന്ന് മീഡിയ അഡ്രസ്സ് ചെയ്യാൻ വന്നാൽ അയ്യോ എൻ്റെ മോൾ പീഡിപ്പിക്കപ്പെട്ടോ വേറെ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ പറയും. പിന്നെ നാട്ടുകാർ സാധാരണക്കാരായ ഒരു വില്ലേജാണ്. അപ്പോൾ ഇല്ലാത്ത കഥകൾ ഒന്നാമതേ തന്നെ നമുക്കെതിരെ ഒരു സൈബർ അറ്റാക്കിങ്ങും പല കഥകളും ഇല്ലാത്തതേനെ, ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത ഞാനിപ്പോൾ ഏതൊക്കെയോ തീവ്രവാദ കേസിലെ ആളാണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വേറൊരു ചാനൽ ചോദിച്ചു നിങ്ങൾക്ക് എത്ര കേസുണ്ടെന്ന്. അപ്പോൾ ഇതുപോലുള്ള അലിഗേഷൻസ് നമ്മുടെ പുറകിൽ പലതും വരും. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് അന്തസ്സായിട്ട് തൊഴിലെടുത്ത് ഇനിയും എന്നെ അഭിനയിപ്പിക്കാൻ ഇപ്പോൾ ഈ അമ്മ സംഘടനയിൽ ഈ പറയുന്ന ആളുകൾ അന്തസ്സായിട്ട് സിനിമ എടുത്താൽ എനിക്കൊരു കഥാപാത്രം ഉണ്ടെങ്കിൽ അതൊരു ചെറിയ വേഷമാണെങ്കിൽ കൂടി, ഒരു സൈഡിൽ നിൽക്കുന്ന വേഷമാണെങ്കിൽ കൂടി ഞാൻ വന്ന് ചെയ്യും. പക്ഷേ തുണി ഉരിയില്ല. അത് ഉറപ്പാണ്. അഭിനയത്തിന് വേണ്ടി, അഭിനയിക്കാൻ വേണ്ടി, ചാൻസിന് വേണ്ടി നിങ്ങളുടെ കൂടെ കിടക്ക് പങ്കിട്ടുണ്ട്, എനിക്ക് വേണ്ട. അതല്ലാതെ വന്ന് നിങ്ങൾ അഭിനയിക്കാൻ വിളിച്ചവർ ആ ഒരു അന്തസ് എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ വന്നത്. അല്ലാതെ എനിക്കൊരു മീഡിയ അറ്റൻഷനോ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ അതൊന്നും ആലോചിക്കുന്ന കൂടിയില്ല. പക്ഷേ ഇത് ഈ ഒരു സമയത്ത് ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ ഒരു പെണ്ണെന്ന നിലയിൽ ആത്മാഭിമാനം നഷ്ടപ്പെട്ട് ചിലപ്പോൾ മരിക്കേണ്ടി വരും. കാരണം സിനിമാ മേഖലയിൽ ഒരു പ്രശ്നമില്ല. ജോമോളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതേപോലെ വേറൊരു ലേഡി വന്ന ആ അമ്മയുടെ പേര് മറന്നു, ആ അമ്മ സിനിമയിൽ നിന്ന് ജീവിച്ച ഒരാളിന് ഇപ്പോൾ സീരിയലൊക്കെ ഉണ്ട്. അമ്മ പറഞ്ഞു എല്ലാവർക്കും എന്താ സിനിമ, പെണ്ണുങ്ങൾക്കെല്ലാം സിനിമയിൽ അഭിനയിക്കണോ, നിങ്ങൾ അവർക്ക് വേറെ ജോലി നോക്കിക്കൂടെ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു, പേര് വിട്ടുപോയി. അപ്പോൾ ഇത്തരം പെണ്ണുങ്ങൾ തന്നെ പറയുന്നു വേറെ പണിക്ക് വെക്കൂടെ. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആവാൻ കൊതിച്ച് അതിന് വേണ്ടി ഡാൻസും കൂത്തും ഒക്കെ പഠിച്ചിട്ട് ചിലപ്പോൾ ഒരു അഭിനേത്രി ആവാൻ ആഗ്രഹിച്ചു വരുന്ന പെൺകുട്ടികൾ അവളുടെ ശരീരം കാഴ്ചവെച്ചില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ക്ലിയർ ആണ് ശ്രീ സോണിയ മൽഹാർ. ഞാൻ സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രം ഇടപെടുന്നു. അങ്ങ് ദയവായി എന്നോട് ക്ഷമിക്കണം. മറ്റ് അതിഥികളും ക്ഷമിക്കണം, സമയം അതിക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റേതൊരു തൊഴിൽ പോലെ സിനിമ ആഗ്രഹിക്കുന്ന അതൊരു തൊഴിലാണ്. അത് ആഗ്രഹിക്കുന്ന, അത് ചെയ്യാൻ കൊതിക്കുന്ന സ്ത്രീകൾക്ക് അതിനുള്ള അവസരം ഉണ്ടാകണം എന്നുള്ളതാണ് ഈ പോരാട്ടത്തിന്റെ ലക്ഷ്യമെന്ന് സോണിയ മൽഹാർ വിശദീകരിക്കുന്നു. വളരെ നന്ദി എല്ലാ അതിഥികൾക്കും. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുകയാണ്.